ഡിഫറൻസിയേഷൻ ഓഫ് വെക്റ്റർ വാല്യൂഡ് ഫങ്ഷൻസ്. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് വെക്റ്റർ വാല്യൂഡ് ഫങ്ഷൻസ് എന്താണ്, പിന്നെ അതിൻ്റെ ഡെറിവേറ്റീവ്സ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഫസ്റ്റ് വി ഷാൽ ലുക്ക് അറ്റ് വാട്ട് ഇസ് വെക്റ്റർ വാല്യൂഡ് ഫങ്ഷൻസ്. A vector valued function of a real variable t is a function of the parameter t that produces a vector. ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഓഫ് എ റിയൽ വേരിയബിൾ ടി, ഒരു റിയൽ വേരിയബിൾ ടി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളൊരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. പറയുന്നതായിരിക്കും ഇവിടുത്തെ പാരാമീറ്റർ. പാരാമീറ്റർ മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ദ വേരിയബിൾ ഇൻ ദിസ് ഫംഗ്ഷൻ. സോ ഇതൊരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ മീൻസ് എന്താണ്? ദാറ്റ് പ്രൊഡ്യൂസസ് എ വെക്റ്റർ, ദാറ്റ് ഫംഗ്ഷൻ പ്രൊഡ്യൂസസ് എ വെക്റ്റർ. ഒരു ഫംഗ്ഷൻ റിയൽ വാല്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ദാറ്റ് ഗീവ്സ് അതിൻ്റെ വാല്യൂ ഒരു റിയൽ നമ്പർ ആണെങ്കിലാണ് നമ്മൾ അതിനെ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. അതേപോലെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് പ്രൊഡ്യൂസസ് എ വെക്റ്റർ, ഒരു വെക്റ്റർ നമ്മൾക്ക് നൽകുന്ന ഒരു ഫംഗ്ഷനാണ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. അത് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ, വെക്റ്റർ വാല്യൂഡ് മീൻസ് ദാറ്റ് പ്രൊഡ്യൂസസ് എ വെക്റ്റർ ഓഫ് ദാറ്റ് ഗീവ്സ് എ വെക്റ്റർ. പിന്നെ അത് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഉറപ്പായിട്ടും ഒരു വേരിയബിൾ ഉണ്ടായിരിക്കും. ആ വേരിയബിൾ നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യുക ടി ആണ്. സോ ടി ഈസ് ദ പാരാമീറ്റർ ഓഫ് വേരിയബിൾ ഹിയർ. സോ എക്സാമ്പിൾ ഫോർ എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ നിങ്ങൾ നോക്കുക. ആർ വെച്ചാണ് നമ്മൾ യൂഷ്വലി വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുക. ആർ എന്ന് എഴുതും, അല്ലെങ്കിൽ ആർ ഓഫ് ടി, ഒരു ബ്രാക്കറ്റോട് ഇട്ടിട്ട് ആർ ഓഫ് ടി എന്ന് പറഞ്ഞു എഴുതും. കാരണം എന്താണ്? കാരണം ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി. അതുകൊണ്ട് നമുക്ക് വെറുതെ ആർ എന്ന് എഴുതാം. ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനെ യൂഷ്വലി ആർ വെച്ചാണ് ഡിനോട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ താഴത്തെ ടോപ്പിക്കിന് താഴെ ഇവിടെ ഒന്ന് നോക്കുക, കണ്ടോ ഈ ആർ ഓഫ് ടി എന്ന് പറയുന്നു. ആർ എന്നോ ആർ ഓഫ് ടി എന്നോ നമ്മളൊരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യും. ആർ ഓഫ് ടി എന്ന് എഴുതാൻ കാരണം ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി. സോ അതിൻ്റെ എക്സാമ്പിൾ ആണ് ആർ ഇസ് ഈക്വൽ ടു ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് ടി ക്യൂബ് കെ. ഇവിടെ നോക്കുക, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി. ഓക്കെ, ഫംഗ്ഷൻ ഓഫ് ടി ആണ്. കൂടാതെ ഇറ്റ് ഗീവ്സ് എ വെക്റ്റർ. കാരണം എന്താ? ഇതിനകത്ത് ഐ ജെ കെ കമ്പണൻസ് ഉണ്ട്. സോ ടിക്ക് ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ വെക്റ്റർ കിട്ടും. ടിക്ക് 1 കൊടുത്താൽ എന്ത് കിട്ടും? ഐ പ്ലസ് ജെ പ്ലസ് കെ എന്ന് കിട്ടും. ടിക്ക് 2 കൊടുത്താൽ എന്ത് കിട്ടും? 2i പ്ലസ് 4j പ്ലസ് 8k. സോ നമ്മൾ ടി എന്ന് പറയുന്നതിന് ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ വെക്റ്റർ ആയിരിക്കും അവിടെ കിട്ടുക. So it is a vector valued function of the parameter t. So it is the parameter here, and if we give each value for t, then we get a vector, or that produces a vector. So the resultant is a vector. That is why it is called a vector valued function. So നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനകത്ത് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഐ ജെ കെ കമ്പണൻസ് ഉണ്ടായിരിക്കണം. എല്ലാം ഐയും ജെയും കെയും എപ്പോഴും ഉണ്ടായിരിക്കണം എന്നില്ല. ഏതെങ്കിലും കമ്പണന്റ് 0 ആകാം, ചിലപ്പോൾ കെ ഉണ്ടാകണം എന്നില്ല, കാരണം കെയുടെ കൂടെയുള്ള ഫംഗ്ഷൻ 0 ആണ്, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഐ ജെ കെ കമ്പണൻസ് ഉണ്ടാകണം. കൂടാതെ എന്താണ്? ഐയുടെ കമ്പണന്റ് ഒരു ഫംഗ്ഷൻ ഓഫ് ടി ആയിരിക്കണം, ജെയുടെ കമ്പണന്റും സം ഫംഗ്ഷൻ ഓഫ് ടി ആയിരിക്കണം, കെയുടെ കമ്പണന്റും സം ഫംഗ്ഷൻ ഓഫ് ടി ആയിരിക്കണം. ഇനി എപ്പോഴും ഫംഗ്ഷൻ ഓഫ് ടി വരണം എന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പണന്റ് കോൺസ്റ്റന്റ് വന്നാലും പ്രശ്നമൊന്നുമില്ല. എവിടെയെങ്കിലും ആ പാരാമീറ്റർ ടി വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആവും. വെറുതെ നമ്മളിപ്പോൾ ഒരു 2i പ്ലസ് 3j പ്ലസ് 4k എന്ന് എഴുതിയാൽ അതൊരു കോൺസ്റ്റന്റ് വെക്റ്റർ ആണ്, അതൊരു ഫംഗ്ഷൻ അല്ല, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, സോ ഈ ടി എന്ന് പറയുന്ന പാരാമീറ്റർ എവിടെയെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് അൺനോൺ വേരിയബിൾ. സോ അതുകൊണ്ട് അത് ഫംഗ്ഷനായി മാറും. സോ ഇറ്റ് ഈസ് എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എക്സാമ്പിൾ ആണ്. സോ നമുക്ക് ഇനി അതിൻ്റെ ഡെറിവേറ്റീവ്സിലേക്ക് പോകാം. നമ്മൾ ഡെറിവേറ്റീവ്സിലേക്ക് പോകുമ്പോൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ട സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസ് പരിചയപ്പെടും. ഓക്കെ, differentiation of vector function. If r of t is a vector valued function, we define the derivative of r with respect to t. R of t ഒരു vector valued function ആണെങ്കിൽ നമ്മൾ derivative of this r, of this vector valued function r കണ്ടുപിടിക്കും, dr by dt. With respect to t ആണ് നമ്മൾ ഡെറിവേറ്റീവ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. കാരണം എന്താണ്? r is given as a function of t. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് r എടുക്കുമ്പോൾ with respect to t ആണ്. So dr by dt is defined as, ഇവിടെ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റിന്റെ ലിമിറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഡെഫിനേഷനാണ്. നമ്മൾ ആദ്യം ഡെറിവേറ്റീവ്സ് നമ്മൾ യൂഷ്വലി മാത്തമാറ്റിക്സിൽ പഠിക്കുമ്പോൾ ലിമിറ്റ് ഉപയോഗിച്ച് ആദ്യം ഒരു ഡെഫിനേഷൻ പറയും. ദാറ്റ് ഇസ് എ സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ. സോ അതാണ് ഈ ഡെഫിനേഷൻ തരിക. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 r of t plus delta t minus r of t by delta t provided that limit exists. So this is the standard definition for the derivative of a vector valued function. So ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ dr by dt is equal to this limit ആണ്. പക്ഷെ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ ഒരിക്കലും ഈ റിസൾട്ട് ഉപയോഗിക്കില്ല. ഓക്കെ, പ്രോബ്ലം ചെയ്യാൻ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ ഉപയോഗിക്കില്ല. നമ്മൾ അല്ലാതെ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുന്ന ഒരു റിസൾട്ട് നമ്മൾ പഠിക്കും, അത് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യാറ്. ലിമിറ്റ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യാറില്ല പ്രോബ്ലംസ്. എന്നാലും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. നൊട്ടേഷൻസ്. ഇനി നമ്മൾ ആർ ഓഫ് ടി, ഡെറിവേറ്റീവ് ഓഫ് ദി വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഡി ആർ ബൈ ഡി ടി എന്നാണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തത്. ഡി ആർ ബൈ ഡി ടി മാത്രമല്ല, പല രീതിയിൽ നമുക്ക് ഈ ആർ ഓഫ് ടിയുടെ ഡെറിവേറ്റീവിനെ ഡിനോട്ട് ചെയ്യാം. സോ ആ നൊട്ടേഷൻസ് ആണ് ഇവിടെ പറയുന്നത്.
The derivative of r of t can be expressed as dr by dt എന്ന് എഴുതാം, അല്ലെങ്കിൽ അങ്ങനെ എഴുതാം d by dt of r of t. Derivative of r of t with respect to t അല്ലേ, so d by dt of r of t എന്ന് എഴുതാം. അല്ലെങ്കിൽ r of t യുടെ ഡെറിവേറ്റീവ് എന്നുള്ളതിന് r dash of t, നമ്മൾ y യുടെ ഡെറിവേറ്റീവിനെ y dash എന്ന് എഴുതുന്ന പോലെ r of t യുടെ ഡെറിവേറ്റീവ് r dash of t. അല്ലെങ്കിൽ വെറുതെ r എന്ന് ഞാൻ എഴുതാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, r of t എന്ന് എഴുതണമെന്നില്ല, വെറുതെ r എന്നും ഈ വെക്ടറിനെ ഡിനോട്ട് ചെയ്യാം. സോ ഡെറിവേറ്റീവിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം, r dash എന്നും ഡിനോട്ട് ചെയ്യാം. സോ ഇതാണ് 4 നൊട്ടേഷൻസ്. ഇതെന്ത് കൊടുത്താലും dr by dt അഥവാ ഡെറിവേറ്റീവ് ഓഫ് ദി വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് ഡെറിവേറ്റീവ് ഓഫ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന തിയറം ഉപയോഗിച്ചിട്ടാണ്. സോ ഇഫ് r of t is equal to x of t I plus y of t j plus z of t k is differentiable at t. ഈ r of t എന്ന് പറയുന്ന ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. നോക്കുക, ഐ ജെ കെ കമ്പണൻസ് ഉണ്ട്. ഐയുടെയും ജെയുടെയും കെയുടെയും കമ്പണൻസിനെ ഒരു എക്സ് വൈ സെഡ് എന്ന് വിളിച്ചിരിക്കുന്നതേ ഉള്ളൂ. എക്സ് ഓഫ് ടി എന്ന് ഇവിടെ എഴുതാൻ കാരണം ദാറ്റ് ഫംഗ്ഷൻ ഐയുടെ കമ്പണന്റ് ആയിട്ട് വരുന്ന ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ ഓഫ് ടി ആണ്, അതിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചതേ ഉള്ളൂ. സോ എക്സ് ഓഫ് ടി നമ്മൾ എഴുതും, ദാറ്റ് ഈസ് ദിസ് ഫംഗ്ഷൻ ഈസ് ഡിനോട്ടഡ് ആസ് എക്സ് ഇൻ വിച്ച് എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി. എക്സ് ഓഫ് ടി നമ്മൾ നേരത്തെ ടി ഐ പ്ലസ് ടി സ്ക്വയർ ചെയ്യുന്നൊക്കെ കണ്ടില്ലേ, അപ്പം എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ അവിടെ ടി ആണ്, വൈ ഓഫ് ടി എന്ന് പറയുന്നത് അവിടെ ടി സ്ക്വയർ ആണ്, സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് അവിടെ എന്ത് വരും, ടി ക്യൂബ് ആണ്. ഈ കേസിൽ ഈ ടി എക്സ് ഓഫ് ടി ഇതിന് ടി സ്ക്വയറിന് പകരം വൈ ഓഫ് ടി ക്യൂബിന് പകരം സെഡ് ഓഫ് ടി എന്ന് ഡിനോട്ട് ചെയ്യുന്നത് എന്നേ ഉള്ളൂ. ഓക്കെ, ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു പറയാനുള്ള രീതി ജനറൽ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഇത് ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് വിചാരിക്കുക, വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ. അങ്ങനെ ആണെങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവ് വാല്യൂറ്റ് ഈ ഫോമിൽ ഉപയോഗിച്ചിട്ടാണ്. ഡി ആർ ബൈ ഡി ടി എങ്ങനെ കണ്ടുപിടിക്കും? ഇത്രേ ഉള്ളൂ. ഐയുടെ കമ്പണന്റിന്റെ ഡെറിവേറ്റീവ് ആദ്യം എടുക്കും, ഡി എക്സ് ബൈ ഡി ടി. ഡി എക്സ് ബൈ ഡി ടി ഇൻറ്റു ഐ പ്ലസ് അടുത്ത ജെ അതുപോലെ തന്നെ എഴുതും, ജെയുടെ കമ്പണന്റ് പകരം കമ്പണന്റിന്റെ ഡെറിവേറ്റീവ് എഴുതും, ഡി വൈ ബൈ ഡി ടി ജെ പ്ലസ് കെയുടെ കൂടെ എന്താ വരിക, ഡി ഇസഡ് ബൈ ഡി ടി. അതായത് ഇത്രേ ഉള്ളൂ. ഡെറിവേറ്റീവ് ഓഫ് എ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ എ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ. അതിനകത്തും ഡെറിവേറ്റീവിനകത്തും ഐ ജെ കെ കമ്പണൻസ് ഉണ്ട്. ഐയുടെ കൂടെ വരിക ആ നേരത്തെ ആർ ഓഫ് ടിയിൽ ഉണ്ടായിരുന്ന ആ ഐയുടെ കമ്പണന്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എഴുതും. ഇപ്പം എക്സ് ഐ എന്നാണ് ആർ ഓഫ് ടിയിലെങ്കിൽ ഡി എക്സ് ബൈ ഡി ടി ആയി വരും. അങ്ങനെ കമ്പണന്റ് ഡെറിവേറ്റീവ്സ് ആയിരിക്കും കോഎഫിഷ്യൻസ് ആയിട്ട് വരിക, ഐ ജെ കെയുടെ കോഎഫിഷ്യൻസ്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം. ആർ ഓഫ് ടി സൈൻ ടി ഐ പ്ലസ് ഇ റൈസ് ടു മൈനസ് ടി ജെ പ്ലസ് 3k ഫൈൻഡ് ഡി ആർ ബൈ ഡി ടി. നമുക്കൊരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കുക, ഐയുടെയും ജെയുടെയും കമ്പണന്റ് ഫംഗ്ഷൻ ഓഫ് ടി. കെയുടെ കമ്പണന്റ് ഒരു കോൺസ്റ്റന്റ് ആണ്, അങ്ങനെ വരാം, പ്രശ്നമൊന്നുമില്ല. ഇതിൽ ഏതിൻ്റെങ്കിലും കമ്പണന്റിൽ ഒരു ടി വന്നാൽ അത് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആവും. സോ ഡി ആർ ബൈ ഡി ടി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ആദ്യം ഡെറിവേറ്റീവ് ഐയുടെ കമ്പണന്റ് ഡെറിവേറ്റീവ് എടുക്കുന്നു, ഡി ബൈ ഡി ടി ഓഫ് സൈൻ ടി ഇൻറ്റു ഐ അതുപോലെ തന്നെ എഴുതും, പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് അടുത്ത് ജെയുടെ കമ്പണന്റ് ഡെറിവേറ്റീവ് ഡി ബൈ ഡി ടി ഓഫ് ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു ജെ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് 3. കെയുടെ കമ്പണന്റ് 3 ആണ്, 3 ഇൻറ്റു കെ. സോ ഡി ബൈ ഡി ടി ഓഫ് സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി, സോ കോസ് ടി ഐ പ്ലസ് ഇ റൈസ് ടു മൈനസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് ഇ റൈസ് ടു മൈനസ് ടി, സോ മൈനസ് ഇ റൈസ് ടു മൈനസ് ടി ജെ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് 3. 3 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് 0k നമ്മൾ എഴുതണം എന്നില്ല. സോ എന്ത് കിട്ടും, കോസ് ടി ഐ മൈനസ് ഇ റൈസ് ടു മൈനസ് ടി ജെ. സോ നെക്സ്റ്റ് പ്രോബ്ലം നോക്കുക. ആർ ഓഫ് ടി ഇസ് 5i പ്ലസ് ഇ റൈസ് ടു ടി ജെ മൈനസ് 2 കോസ് പൈ ടി കെ ഫൈൻഡ് ആർ ഡാഷ് ഓഫ് ടി ആൻഡ് ആർ ഡാഷ് ഓഫ് 1. ആദ്യം ആർ ഡാഷ് ഓഫ് ടി അതായത് ഡി ആർ ബൈ ഡി ടി കണ്ടുപിടിക്കാൻ, അതിനുശേഷം ആർ ഡാഷ് ഓഫ് 1. ടിയുടെ പ്ലേസിൽ 1 കൊടുത്താൽ ആർ ഡാഷ് എന്ത് വരും എന്നുള്ളതാണ് ആർ ഡാഷ് ഓഫ് 1. സോ ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കുന്നു. ആർ ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടി. So that is equal to d by dt of 5i plus d by dt of e raised to tj plus d by dt of minus 2 cos pi tk. So 5ന്റെ കമ്പണൻസിന്റെ ഡെറിവേറ്റീവ് കൊടുക്കുന്നു. സോ 5ന്റെ ഡെറിവേറ്റീവ് 0, 0i ഇ റൈസ് ടു ടിയുടെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു ടി തന്നെ, ഇ റൈസ് ടു ടി ജെ പ്ലസ് ഈ മൈനസ് 2 കോസ് പൈ ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് 2 കോൺസ്റ്റന്റ് ആണ്, സോ മൈനസ് 2 ഇൻറ്റു കോസ് പൈ ടിയുടെ ഡെറിവേറ്റീവ് എന്ത് വരും, ഇവിടെ ചെയിൻ റൂൾ ആണ് അപ്ലൈ ചെയ്യുന്നത്, കോസ് സംതിങ്ങിന്റെ ഡെറിവേറ്റീവ് സൈൻ സംതിങ് minus sin something. So minus 2 is a constant, minus 2 into minus sin pi t into എന്ത് വരും, പൈ ടിയുടെ ഡെറിവേറ്റീവ്, പൈ is a constant, so പൈ ടിയുടെ ഡെറിവേറ്റീവ് എന്ത് വരും, 2t ഒക്കെ എടുക്കുന്ന പോലെ തന്നെ 2tയുടെ ഡെറിവേറ്റീവ് 2 വരുന്ന പോലെ പൈ ടിയുടെ ഡെറിവേറ്റീവ് പൈ വരും. ആൻഡ് മൈനസും മൈനസും കൂടെ പ്ലസ് ആയി പോകും, സോ എന്ത് വരും, പ്ലസ് 2 പൈ സൈൻ പൈ ടി ഇൻറ്റു കെ വരും. സോ ദാറ്റ് ഈസ് ഇവിടെ 0 ആണ് കമ്പണന്റ്, സോ ഇ റൈസ് ടു ടി ജെ പ്ലസ് 2 പൈ സൈൻ പൈ ടി കെ എന്ന് വരും. ഓക്കെ, നമ്മളിവിടെ ആർ ഡാഷ് ഓഫ് ടി മാത്രമല്ല ആർ ഡാഷ് ഓഫ് 1 കൂടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിരുന്നു, ഞാനത് ഇവിടെ ചെയ്യാൻ വിട്ടുപോയി. ഓക്കെ, ഞാൻ ജസ്റ്റ് പറയാം. ആർ ഡാഷ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ വരിക, ആർ ഡാഷ് ഓഫ് 1 ടിയുടെ പ്ലേസിൽ 1 കൊടുക്കുന്നു. സോ ആർ ഡാഷ് ഓഫ് 1 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഇവിടെയും ടിയുടെ പ്ലേസിൽ 1 കൊടുത്താൽ ഇ റൈസ് ടു 1 ജെ, സോ ഇ ജെ പ്ലസ്
2 pi sin pi 1. 2 pi sin pi into 1k. Sin pi into 1 is sin pi തന്നെ. Sin pi എന്ന് പറയുന്നത് എന്താണ്? Sin 180 ആണ്, that is 0. Sin pi is 0. So 2 pi into 0 എന്ന് വരും. So ഈ കമ്പണന്റ് 0 ആയിപ്പോൾ 0k എന്ന് വരും. So r dash of 1 is equal to ej എന്ന് മാത്രമേ വരൂ. 0k നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇ റൈസ് ടു ടി, അവിടെ ടിക്ക് 1 കൊടുക്കുമ്പോൾ ഇ മാത്രം വരും, ഇ ഇൻറ്റു ജെ. പ്ലസ് ഇവിടെ നമ്മൾ ടിക്ക് 1 കൊടുക്കുമ്പോൾ 2 പൈ സൈൻ പൈ എന്ന് വരും. സൈൻ പൈ 0. സോ ഇത് കെയുടെ കമ്പണന്റ് ഫുൾ അങ്ങ് 0 ആയിപ്പോകും. സോ വെറും ആർ ഡാഷ് ഓഫ് 1 ഈസ് ഈക്വൽ ടു ഇ ജെ എന്നാണ് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ ഡെഫിനിഷൻ. നമുക്കൊരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ വെക്ടർ തന്നു കഴിഞ്ഞാൽ വെലോസിറ്റിയും സ്പീഡും ആക്സിലറേഷനും എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതിൻ്റെ ഫോമുലയാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ ഡെറിവേറ്റീവ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇഫ് ആർ ഓഫ് ടി ഇസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ് അലോങ് എ സ്മൂത്ത് കർവ് ഇൻ സ്പേസ് ഇൻ വിച്ച് ദ പാരാമീറ്റർ ടി ഡിനോട്ട്സ് ടൈം. സോ ആർ ഓഫ് ടി എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ വെക്ടറാണ്. നമ്മൾ ഒരു സ്പേസിൽ അല്ലെങ്കിൽ ഒരു കർവിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ വെക്ടറാണ് ആർ ഓഫ് ടി. വേറെ ഈ ടി എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ആർ ഓഫ് ടി ഡിനോട്ട്സ് ദ പൊസിഷൻ ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ. ഇറ്റ് ഈസ് ഗിവൺ ആസ് എ വെക്ടർ ആൻഡ് ടി എന്ന് പറയുന്നതാണ് അവിടുത്തെ പാരാമീറ്റർ. ആ പാരാമീറ്റർ ഡിനോട്ട് ചെയ്യുന്നത് ടൈമിനെയാണ്. ടി ഡിനോട്ട്സ് ടൈം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെലോസിറ്റി, ആ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. വെലോസിറ്റി ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് പൊസിഷൻ. ഈ പൊസിഷൻ വെക്ടർ ആർ ഓഫ് ടീൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി വെലോസിറ്റി കിട്ടാൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വി ഓഫ് ടി ഇസ് ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടി എന്ന് കിട്ടും. സ്പീഡ് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി. സ്പീഡ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ്. ദാറ്റ് ഈസ് സ്പീഡ് ഈസ് ഈക്വൽ ടു നോം ഓഫ് വി ഓഫ് ടി. വി ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? നോം ഓഫ് ഡി ആർ ബൈ ഡി ടി. നോം അഥവാ ലെങ്ത് ഓഫ് ദിസ് വെക്ടർ. ഡി ആർ ബൈ ഡി ടി ഒരു വെക്ടറാണ്, അഥവാ വി ഓഫ് ടി എന്ന് പറയുന്നൊരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. ഇനി ആക്സലറേഷൻ. ആക്സലറേഷൻ ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി. സോ എ ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി ഡി വി ബൈ ഡി ടി. ഓർ എ ഇസ് ഈക്വൽ ടു എന്താണ്? ഡി വി ബൈ ഡി ടി. നമുക്കവിടെ വി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, ഡി ആർ ബൈ ഡി ടി. ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. സോ ഡി ബൈ ഡി ടി ഓഫ് ഡി ആർ ബൈ ഡി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ. അതായത് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? പൊസിഷൻ വെക്ടറിനെ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ആക്സലറേഷൻ ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ. സോ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. The position vector of a particle at time t in Cartesian coordinates is given by r of t is equal to 5y plus 3tj minus t square k. Find the speed of the particle at time t equal to 1 and the component of its acceleration in the direction s is equal to minus 2y plus 3j plus 2k. സോ ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ വെക്ടർ ആണ് അറ്റ് ടൈം ടി. നമുക്ക് തന്നിട്ടുണ്ട് ആർ ഓഫ് ടി 5y plus 3tj minus t square k. സോ ആദ്യത്തെ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ടൈം ടി ഈക്വൽ ടു 1. സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ്. സോ ആദ്യം വെലോസിറ്റി വെക്ടർ കണ്ടുപിടിക്കുന്നു. വി ഓഫ് ടി ഈസ് ഡി ആർ ബൈ ഡി ടി. ദറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് 5 into i പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് 3tj പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് മൈനസ് ടി സ്ക്വയർ കെ. സോ ഫൈൻഡ് ഡെറിവേറ്റീവ് 0. 0i പ്ലസ് 3 into 1. 3യുടെ ഡെറിവേറ്റീവ് 3. 3j മൈനസ് ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് 2t. സോ മൈനസ് 2tk. സോ ഈ 0i എഴുതണം എന്നില്ല. ദറ്റ് ഈസ് 3j മൈനസ് 2tk. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ദ സ്പീഡ് ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് ടൈം ടി ഈക്വൽ ടു 1 ആണ്. സോ വെലോസിറ്റി അറ്റ് ടൈം ടി ഈക്വൽ ടു 1 ആദ്യം കണ്ടുപിടിക്കുകയാണ്. വി ഓഫ് 1. ടിയുടെ പ്ലേസിൽ 1 കൊടുക്കുന്നത്. സോ ഇവിടെ ടിയുടെ പ്ലേസിൽ 1 കൊടുത്താൽ എന്ത്? 3jക്ക് വ്യത്യാസമൊന്നുമില്ല. 3j മൈനസ് ടി ഉള്ളിടത്ത് 1 കൊടുക്കുക. 2 into 1 k. 2tk അല്ലേ? സോ 2 into 1 k, അതായത് 3j മൈനസ് 2k. ഇനി നമ്മൾ വെലോസിറ്റി അറ്റ് ടൈം ടി ഈക്വൽ ടു 1 കിട്ടി. അങ്ങനെ ആണെങ്കിൽ നമ്മളോട് ചോദിച്ചത് സ്പീഡ് അറ്റ് ടൈം ടി ഈക്വൽ ടു 1 ആണ്. അതിനെന്ത് ചെയ്താൽ മതി? വെലോസിറ്റി അറ്റ് ടൈം ടി ഈക്വൽ ടു 1ന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. ദാറ്റ് ഈസ് നോം ഓഫ് വി ഓഫ് 1. ദാറ്റ് ഈസ് എന്ത് വരും? ഈ വെക്ടറിന്റെ മോഡുലസ് റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് മൈനസ് 2 സ്ക്വയർ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 9 പ്ലസ് 4 13. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദി കമ്പണന്റ് ഓഫ് ഇറ്റ്സ് ആക്സലറേഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എസ്. ആക്സലറേഷന്റെ കമ്പണന്റ് എസ് എന്ന് പറയുന്നൊരു വെക്ടർ തന്നിട്ടുണ്ട്. ആ വെക്ടറിന്റെ ഡയറക്ഷനിൽ ആക്സലറേഷന്റെ കമ്പണന്റ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആദ്യം നമ്മൾ ആക്സലറേഷൻ കണ്ടുപിടിക്കാം. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. വി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. വി ഓഫ് ടി 3j മൈനസ് 2tk. അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഡി ബൈ ഡി ടി ഓഫ് 3 into j പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് മൈനസ് 2tk. സോ ഡി ബൈ ഡി ടി ഓഫ് 3 0 വരും. 0j മൈനസ് 2k എന്ന് വരും. ദാറ്റ് ഈസ് മൈനസ് 2k. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കമ്പണന്റ് ഓഫ് ആക്സലറേഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എസ്. കമ്പണന്റ് ഓഫ് എ വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് അനദർ വെക്ടർ എന്ന് പറഞ്ഞാൽ ആ രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ആണ്.
സോ കമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എ ഡോട്ട് എസ്. എ നമുക്ക് കിട്ടി -2k ഡോട്ട് എസ് എന്ന് പറയുന്ന വെക്ടർ തന്നിട്ടുണ്ട് -2y പ്ലസ് 3j പ്ലസ് 2k. സോ ഈ രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു. എന്ത് ചെയ്താൽ മതി? കറസ്പോണ്ടിങ് കമ്പണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ആദ്യത്തെ വെക്ടറിൽ കെയുടെ കമ്പണന്റ് മാത്രമേ ഉള്ളൂ. സോ ഐയുടെ കമ്പണന്റ് 0 ആണ്. സോ 0 ഇൻറ്റു -2 പ്ലസ് ജെയുടെ കമ്പണന്റും ഫസ്റ്റ് വെക്ടറിൽ 0 ആണ്. സോ 0 ഇൻറ്റു 3 പ്ലസ് കെയുടെ കമ്പണന്റ് ഉണ്ട്. സോ -2 ഇൻറ്റു 2 ദാറ്റ് ഈസ് -4. സോ ഇതാണ് എസിന്റെ ഡയറക്ഷനിലുള്ള ആക്സിലറേഷന്റെ കമ്പണന്റ് -4. സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, സിമിലർ ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. The vector r of t is equal to 6 cos t into I plus 6 sin t into j plus t square k gives the position of a moving body at time t. Find the body's instantaneous velocity, speed and acceleration when t equal to 1. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയും സ്പീഡും ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി, സ്പീഡ്, ആക്സിലറേഷൻ അറ്റ് ടൈം ടി ഈക്വൽ ടു 1 ഇവാലുവേറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഫൈൻഡ് ദ കമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ അറ്റ് ടി ഈക്വൽ ടു 1 ഇൻ ദ ഡയറക്ഷൻ ഓഫ് എസ്. നേരത്തെ ചോദ്യം പോലെ എ ഡോട്ട് എസ് ചെയ്യുക. ആൻഡ് അറ്റ് ടി ഈക്വൽ ടു 1 ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ അറ്റ് ടി ഈക്വൽ ടു 1 കൂടെ കണ്ടുപിടിക്കണം അവിടെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ എന്താണ്? അറ്റ് ടൈംസ് ഇഫ് എനി ആർ ദ ബോഡീസ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓർത്തോഗണൽ. ഈ ബോഡിയുടെ തന്നിരിക്കുന്ന പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയും ആക്സിലറേഷനും എപ്പോഴെങ്കിലും ഓർത്തോഗണൽ ആവുമോ? അങ്ങനെ ഓർത്തോഗണൽ ആവുമെങ്കിൽ അത് എപ്പോഴാണ് എന്നാണ് ചോദ്യം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം നോക്കാം. വെലോസിറ്റിയും സ്പീഡും ആക്സിലറേഷനും അറ്റ് ടൈം ടി ഈക്വൽ ടു 1 കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇവിടെ നോക്കുക, നമ്മൾ v is equal to dr by dt, that is d by dt of r എന്ന് പറയുന്ന വെക്ടർ 6 cos t I plus 6 sin t j അല്ലേ. സോ ഡെറിവേറ്റീവ്സ് എടുക്കുക കറസ്പോണ്ടിങ്. d by dt of 6 cos t into I plus d by dt of 6 sin t into j plus d by dt of t square into k. സോ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? 6 ഇൻറ്റു കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി. സോ -6 sin t I പ്ലസ് 6 ഇൻറ്റു അടുത്തതിൽ സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി. സോ 6 cos t j പ്ലസ് ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2t k. ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നു. a is equal to dv by dt, that is ഈ വെലോസിറ്റി വെക്ടറിന്റെ ഡെറിവേറ്റീവ് d by dt of -6 sin t I plus d by dt of 6 cos t j plus d by dt of 2tk എടുക്കുന്നു. സോ സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി. സോ -6 cos t I plus cos ടിയുടെ ഡെറിവേറ്റീവ് -sin t. സോ -6 sin t j plus 2tയുടെ ഡെറിവേറ്റീവ് 2 plus 2k. ഇനി നമ്മളോട് ഇതെല്ലാം ചോദിച്ചിരിക്കുന്നത് വെലോസിറ്റിയും സ്പീഡും ആക്സിലറേഷനും അറ്റ് ടൈം t ഈക്വൽ ടു 1 ആണ് ചോദിച്ചിരിക്കുന്നത്. സോ വെലോസിറ്റി അറ്റ് t ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ v ഓഫ് 1. ഈ വെലോസിറ്റി വെക്ടറിനകത്ത് t എവിടേക്കോ ഉണ്ടോ ടിയുടെ പ്ലേസിൽ 1 ഇട്ട് കൊടുക്കുക ഈ v എന്ന് പറയുന്ന വെക്ടറിന്റെ. സോ എന്ത് വരും? -6 sin 1 ഇൻറ്റു I പ്ലസ് 6 cos 1 ഇൻറ്റു j പ്ലസ് 2 ഇൻറ്റു 1 2t അല്ലേ, 2 ഇൻറ്റു 1k അതായത് 2k. ഇനി ആക്സിലറേഷൻ അറ്റ് ടൈം t ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ a ഓഫ് 1. a എന്ന് പറയുന്ന ഈ വെക്ടറിൽ t ഉള്ളിടത്തെല്ലാം 1 കൊടുക്കുക. a of 1 is -6 cos 1 I എന്ത് വരും? -6 sin 1 j plus 2k. 2kയുടെ അവിടെ t ഇല്ല, അത് അതുപോലെ തന്നെ എഴുതുക. ഇനി സ്പീഡ് അറ്റ് t ഈക്വൽ ടു 1 is, സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നോം ഓഫ് v ഓഫ് t ആണ്. ഇനി അറ്റ് ടൈം t ഈക്വൽ ടു 1 ആയതുകൊണ്ട് തന്നെ വെലോസിറ്റി വെക്ടർ t ഈക്വൽ ടു 1 v ഓഫ് 1 അതിന്റെ നോം എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു നോം ഓഫ് v ഓഫ് 1. v ഓഫ് 1 എന്ന് പറയുന്ന വെക്ടറിന്റെ നോം എടുക്കുക. നോം എടുക്കുമ്പോൾ എന്ത് വരും? ijk കമ്പണൻസിന്റെ സ്ക്വയർ റൂട്ട് ഓഫ്. സോ റൂട്ട് ഓഫ് -6 sin 1 സ്ക്വയർ പ്ലസ് 6 cos 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ദാറ്റ് ഈസ് എന്ത് വരും? 36 sin സ്ക്വയർ 1 പ്ലസ് 36 cos സ്ക്വയർ 1 പ്ലസ് 4 വരും. 36 കോമൺ എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ടേംസിൽ നിന്ന് എടുത്താൽ സൈൻ സ്ക്വയർ 1 പ്ലസ് കോസ് സ്ക്വയർ 1 പ്ലസ് 4 വരും. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. സോ ഇതിന്റെ വാല്യൂ 1 വരും. സോ റൂട്ട് ഓഫ് 36 പ്ലസ് 4 ദാറ്റ് ഈസ് റൂട്ട് 40. ഇനി നമുക്ക് കമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എസ് ആണ് അടുത്ത ചോദ്യം. അതിന് എ ഡോട്ട് എസ് കണ്ടുപിടിച്ചാൽ മതി. ആക്സിലറേഷൻ വെക്ടർ എ എടുത്തെഴുതിയിരിക്കുകയാണ്. എസ് എന്ന് പറയുന്ന വെക്ടർ ക്വസ്റ്റിനെ തന്നിട്ടുണ്ട് I പ്ലസ് 2j പ്ലസ് 3k. സോ എ ഡോട്ട് എസ് കണ്ടുപിടിക്കുന്നത്. എ ഡോട്ട് എസ് ആക്സിലറേഷൻ വെക്ടർ ഡോട്ട് I പ്ലസ് 2j പ്ലസ് 3k ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു. കറസ്പോണ്ടിങ് കമ്പണൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -6 cos t -6 sin t ഇൻറ്റു 2 അതായത് -12 sin t വരും പ്ലസ് 2 ഇൻറ്റു 3 പ്ലസ് 6 വരും. ഇനി നമ്മളുടെ ചോദ്യത്തിൽ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? കമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ അറ്റ് t ഈക്വൽ ടു 1 ഇൻ ദ ഡയറക്ഷൻ ഓഫ് എസ് ആണ്. അറ്റ് t ഈക്വൽ ടു 1 കമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ ആണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എ ഡോട്ട് എസ് കണ്ടുപിടിച്ചില്ലേ? കമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ t ഈക്വൽ ടു 1 ഇൻ ദ ഡയറക്ഷൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എ ഡോട്ട് എസ് അറ്റ് t ഈക്വൽ ടു 1. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എ ഡോട്ട് എസിൽ ടിക്ക് 1 കൊടുക്കുക. സോ -6 cos t -12 sin t പ്ലസ് 6 ആണ് എ ഡോട്ട് എസ് അറ്റ് t ഈക്വൽ ടു 1. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ടിക്ക് 1 കൊടുത്തിരിക്കുകയാണ്. ഇവിടെ എന്ത് കിട്ടും? -6 cos 1 -12 sin 1 പ്ലസ് 6. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ ബോഡിയുടെ വെലോസിറ്റിയും ആക്സിലറേഷനും എപ്പോഴാണ് ഓർത്തോഗണൽ ആവുക? സോ നമുക്കറിയാം രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണൽ ആവണം എന്നുണ്ടെങ്കിൽ അവയുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കണം. സോ ഇഫ് ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ആർ ഓർത്തോഗണൽ ദെൻ v ഡോട്ട് എ ഈക്വൽ ടു 0. വെലോസിറ്റിയും ആക്സിലറേഷനും ഓർത്തോഗണൽ ആണെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും v ഡോട്ട് എ 0 ആണ്. സോ ഞാൻ v ഡോട്ട് എ കണ്ടുപിടിക്കുകയാണ്. v എന്ന് പറയുന്ന വെക്ടറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, a എന്ന് പറയുന്ന വെക്ടറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
എന്നിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുത്തിരിക്കുകയാണ്. സോ ഇവിടെ ഈ 36 sin t cos t മൈനസ് 36 sin t cos t ക്യാൻസൽ ആവും. സോ പ്ലസ് 40 ഈക്വൽ ടു 0. സോ 40 ഈക്വൽ ടു 0 എന്ന് കിട്ടും. 40 0 മീൻസ് എന്താണ്? ദാറ്റ് ഇംപ്ലൈസ് t ഈക്വൽ ടു 0 ആണ്. അല്ലെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന ഇക്വേഷൻ. അപ്പോൾ എന്ത് കിട്ടും? t ഈക്വൽ ടു 0. സോ വെലോസിറ്റിയും ആക്സലറേഷനും ഓർത്തോഗണലാണെങ്കിൽ വി ഡോട്ട് എ ഈക്വൽ ടു 0. വി ഡോട്ട് എ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? t 0 ആണെന്ന്. ദാറ്റ് മീൻസ് എന്താണ്? t ഈക്വൽ ടു 0 ആകുമ്പോൾ മാത്രമേ വി ഡോട്ട് എ 0 ആവൂ. അതായത് t ഈക്വൽ ടു 0 ആകുമ്പോൾ മാത്രമേ വെലോസിറ്റിയും ആക്സലറേഷനും ഓർത്തോഗണൽ ആവും. സോ എന്ത് പറയാം? only at t equal to 0 velocity and acceleration are orthogonal. Okay. ഇനി നെക്സ്റ്റ് നമ്മൾ റൂൾസ് ഓഫ് ഡിഫറൻസിയേഷനിലേക്കാണ് പോകുന്നത്. കുറച്ച് ഡിഫറൻസിയേഷൻ്റെ റൂൾസിലേക്കാണ് പോകുന്നത്. ഓക്കെ. സോ റൂൾസ് ഓഫ് ഡിഫറൻസിയേഷൻ കുറച്ചധികം റൂൾസ് ഉണ്ട്. നമ്മളിത് സാധാരണ കണ്ടിട്ടുള്ള കുറച്ച് റൂൾസ് ഡിഫറൻസിയേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കുറച്ച് റൂൾസായിട്ട് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെയും വരിക. So d by dt of c is equal to 0 where c is the constant vector എന്നുള്ളൂ കേട്ടോ. ഇവിടെ ഞാൻ ഈ c ഇവിടെ എഴുതാൻ വിട്ടുപോയതാണ്. ഇവിടെ c എന്നും കൂടി ഉണ്ട്. where c is the constant vector എന്നാണ്. അതായത് നമുക്കറിയാം ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് വെക്ടറിന്റെ ഡെറിവേറ്റീവ്സും 0 ആയിരിക്കും. അതായത് ഇപ്പോൾ 2i plus 3j plus 4k ദാറ്റ് ഇസ് എ കോൺസ്റ്റന്റ് വെക്ടർ. അതിന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. നമ്മൾ കമ്പണന്റ് ബേസ് ഡെറിവേറ്റീവ് എടുത്താലും ഒന്ന് ആലോചിച്ച് നോക്കുക. 3 കമ്പണന്റ് ഡെറിവേറ്റീവ് 0 വരും. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഡെറിവേറ്റീവ് ഒരു 0 വെക്ടർ ആയിരിക്കും. സോ അതാണ് ഇവിടെ പറയുന്നത് d by dt of c is equal to 0 where c is the constant vector എന്നാണ്. നെക്സ്റ്റ് സെക്കൻഡ് റൂൾ സ്കെയിലാർ മൾട്ടിപ്പിൾ റൂൾസ്. സ്കെയിലാർ മൾട്ടിപ്പിൾ റൂൾസ് പറയുന്നത് എന്താണ്? d by dt of k into r of t is equal to k into d by dt of r of t. ഇത് നമ്മൾ യൂഷ്വലി പഠിക്കുന്ന ഒരു റൂളാണ്. ഒരു സ്കെയിലാർ വെച്ചൊരു ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ 2t യുടെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് എഴുതിയാൽ മതി. അതുപോലെ k എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ ഔട്ട്സൈഡ് എടുക്കാം ഇൻറ്റു d by dt of r of t. ഇനി ആദ്യം ഒരു സ്കെയിലാർ വെച്ച് മൾട്ടിപ്ലൈ എന്ന് കാണിച്ചു. ഇനി അടുത്തത് ഒരു ഫംഗ്ഷൻ വെച്ച് മൾട്ടിപ്ലൈ എന്നാണ്. d by dt of f of t into r of t. r of t ആണ് ഇവിടെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ. വേറെ f of t ഇവിടെ എന്താണ്? f of t എന്ന് പറയുന്ന ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ഓഫ് ടി, വെക്ടർ അല്ലാതെ. ഓക്കെ, എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ടി ആകാം, ടി സ്ക്വയർ ആകാം, ടി ക്യൂബ് ആകാം, ടി ക്യൂബ് പ്ലസ് ടി ആകാം, അങ്ങനെ ഐ ജെ കെ കമ്പണന്റ് ഇല്ല. എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. സോ എഫ് ഓഫ് ടി ഇൻറ്റു ആർ ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ പ്രോഡക്റ്റ് റൂൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് സം റൂള്. ഇതൊക്കെ നമ്മൾ ഡെറിവേറ്റീവ്സിൽ പഠിക്കുന്ന യൂഷ്വലി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ കേസിലും ആ റിസൾട്ട് ട്രൂ ആണ്. ഡി ബൈ ഡി ടി ഓഫ് ആർ വൺ ഓഫ് ടി പ്ലസ് ആർ ടു ഓഫ് ടി നമുക്ക് എന്ത് ചെയ്യാം? ഡെറിവേറ്റീവ് ഓഫ് ആർ വൺ ഓഫ് ടി പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ആർ ടു ഓഫ് ടി. അതേപോലെ തന്നെ ഡിഫറൻസ് റൂള് ഡി ബൈ ഡി ടി ഓഫ് ആർ വൺ ഓഫ് ടി മൈനസ് ആർ ടു ഓഫ് ടി എന്ത് ചെയ്യാം? ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. നെക്സ്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് റൂള്, ക്രോസ് പ്രോഡക്റ്റ്, അതിനുശേഷം ക്രോസ് പ്രോഡക്റ്റ് റൂൾ. ഇത് രണ്ടുമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഡി ബൈ ഡി ടി ഓഫ് ആർ വൺ ഓഫ് ടി ഡോട്ട് ആർ ടു ഓഫ് ടി. ഇവിടെ ആർ വൺ ഓഫ് ടി ഡോട്ട് ആർ ടു ഓഫ് ടി എന്ന് പറയുന്നത് രണ്ട് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ് ആകുമ്പോൾ നമുക്ക് വേണ്ട ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ സാധിക്കും. സോ ഡോട്ട് പ്രോഡക്റ്റിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? സോ ഇത് ചെയ്യുന്ന ഇങ്ങനെയാണ്. ആദ്യം ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി ടി ഓഫ് ആർ വൺ ഓഫ് ടി ഡോട്ട് ആർ ടു ഓഫ് ടി അതുപോലെ തന്നെ എഴുതും. പ്ലസ് അടുത്തത് ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ ആർ വൺ ഓഫ് ടി ഡോട്ട് എന്തെടുക്കും? ഡി ബൈ ഡി ടി ഓഫ് ആർ ടു ഓഫ് ടി. ഓക്കെ, നെക്സ്റ്റ് ക്രോസ് പ്രോഡക്റ്റ് റൂൾ. അവിടെയും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുക. ഡി ബൈ ഡി ടി ഓഫ് ആർ വൺ ഓഫ് ടി ക്രോസ് ആർ ടു ഓഫ് ടി എന്ത് കിട്ടും? ഡി ബൈ ഡി ആദ്യം ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി ടി ഓഫ് ആർ വൺ ഓഫ് ടി ക്രോസ് സെക്കൻഡ് ഫംഗ്ഷൻ ആർ ടു ഓഫ് ടി പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ തന്നെ എഴുതും ആർ വൺ ഓഫ് ടി ക്രോസ് എന്താണ്? സെക്കൻഡ് ഫംഗ്ഷൻ ഡി ബൈ ഡി ടി ഓഫ് ആർ ടു ഓഫ് ടി. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നന്നായിട്ട് പഠിച്ചു വെക്കുക, അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ചെയിൻ റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ. ഇഫ് ആർ ഈക്വൽ ടു ആർ ഓഫ് ടി ഈസ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് ടി. നമ്മൾ ആർ ഈക്വൽ ടു ആർ ഓഫ് ടി എന്നാണ് നമ്മൾ എഴുതുന്നത്. സോ ആർ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി, അത് ഡിഫറൻഷ്യബിൾ ആണ്. ആൻഡ് ടി എന്ന് പറയുന്ന ഈ ആറിനകത്ത് വരുന്ന വേരിയബിൾ, ആർ എന്ന് പറയുന്ന വെക്ടർ ഫംഗ്ഷൻ ഓഫ് ടി ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യും. ഇനി അതിനകത്ത് വരുന്ന വേരിയബിൾ ആ ടി എന്ന് പറയുന്നത് ടി ഈസ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എസ്. ഇനി ടി ഈസ് എ ഫംഗ്ഷൻ ഓഫ് അനദർ വേരിയബിൾ എസ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുക. സോ എന്ത് ചെയ്യണം? ഡി ആർ ബൈ ഡി എസ് ആണ്. കാരണം എന്താ നമ്മൾ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? കാരണം ആർ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആണ്. ഇനി അതിനകത്തെ ആ വേരിയബിൾ ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് എസ് ആണ്. സോ ടിയെ മാറ്റി എസിന്റെ ടേംസിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഫംഗ്ഷൻ മൊത്തത്തിൽ എസിന്റെ ടേംസിലാണ്. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുക ഡി ആർ ബൈ ഡി എസ് ആണ്. ഡി ആർ ബൈ ഡി എസ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ആദ്യം ഡി ആർ ബൈ ഡി ടി,
ആർ ഇസ് എക്സ്പ്രസ്ഡ് ആസ് ഫംഗ്ഷൻ ഓഫ് ടി. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഡെറിവേറ്റീവ് ഓഫ് ആർ വിത്ത് റെസ്പെക്ട് ടു ടി എടുക്കാം. ഡി ആർ ബൈ ഡി ടി ഇൻറ്റു എന്തും കൂടെ ചെയ്യണം, ഡി ടി ബൈ ഡി എസ്. ടി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എസ് ആണ്. സോ ഡെറിവേറ്റീവ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു എസും കൂടെ മൾട്ടിപ്ലൈ ആണ്. സോ ഡി ആർ ബൈ ഡി എസ് ഈസ് ഡി ആർ ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എസ്. നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ള ചെയിൻ റൂളാണ്. ഇനി നെക്സ്റ്റ് ഒരു തിയറമാണ്. ഈ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിങ്ങനെ ചോദിച്ചു കാണുന്നതാണ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ. ഇഫ് ആർ ഓഫ് ടി ഈസ് എ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഇൻ 2 or 3 ഡയമെൻഷണൽ സ്പേസ്. ആർ ഓഫ് ടി എന്ന് പറയുന്ന ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ 2 സ്പേസിലെ ആകാം. 2 സ്പേസിലെ എന്ന് പറഞ്ഞാൽ ഐയുടെയും ജെയുടെയും കമൻസ് മാത്രമല്ല, 3 സ്പേസിലെ ആവാം. ആൻഡ് നോം ആർ ഓഫ് ടി ഈസ് കോൺസ്റ്റന്റ്. ഇനി ആ വെക്ടറിന്റെ മോഡുലസ് അഥവാ ലെങ്ത് ഓഫ് ദാറ്റ് വെക്ടർ കോൺസ്റ്റന്റ് ആണ് ഫോർ ഓൾ ടി. ടിക്ക് ഏത് വാല്യൂ കൊടുത്താലും ലെങ്ത് ഓഫ് ദിസ് വെക്ടർ ഈസ് കോൺസ്റ്റന്റ്. അങ്ങനാണെങ്കിൽ ദെൻ ആർ ഓഫ് ടി ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 0 ആയിരിക്കും. ആർ ഓഫ് ടിയും അതിന്റെ ഡെറിവേറ്റീവായ ആർ ഡാഷ് ഓഫ് ടിയും തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 0 ആയിരിക്കും കിട്ടുക. രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 മീൻസ് എന്താണ്? ആ രണ്ട് ഫംഗ്ഷൻസും ഓർത്തോഗണൽ ആവുന്നതാണ്. ദാറ്റ് ഈസ് ആർ ഓഫ് ടി ആൻഡ് ആർ ഡാഷ് ഓഫ് ടി ആർ ഓർത്തോഗണൽ വെക്ടേഴ്സ് ഫോർ ഓൾ ടി. അതായത് ആർ ഓഫ് ടിയും ആർ ഡാഷ് ഓഫ് ടിയും ഓർത്തോഗണൽ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഒരേ ഒരു കാര്യമേ തന്നിട്ടുള്ളൂ. ആർ ഓഫ് ടി എന്ന് പറയുന്ന വെക്ടറിന്റെ ലെങ്ത് നോം ആർ ഓഫ് ടി, ലെങ്ത് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ ആണെങ്കിൽ ആർ ഓഫ് ടിയും ആർ ഡാഷ് ഓഫ് ടിയും നമ്മളുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെന്നാണ്. ഇത് ഡോട്ട് ആണ് കേട്ടോ, ഡോട്ട് പ്രോഡക്റ്റ് ആണ് ഇവിടെ. ഓക്കെ, സോ ഇത് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ പ്രൂഫിലേക്ക് പോകാം. സോ ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ് എന്നാണ് എനിക്ക് കാണിക്കേണ്ടത്. സോ ഇപ്പം ജനറലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ആദ്യം പറയുന്നത്. ഇവിടെ പ്രൂഫിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. ഇഫ് എ എന്ന് പറയുന്ന വെക്ടർ a1i പ്ലസ് a2j പ്ലസ് a3k ആണെങ്കിൽ നിങ്ങൾ ലെങ്ത് ഓഫ് എ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുക? ലെങ്ത് ഓഫ് എ ഈസ് റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് a3 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡിൽ ഞാൻ സ്ക്വയർ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ലെങ്ത് ഓഫ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡിൽ റൂട്ട് പോകും, a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് a3 സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഞാൻ ജസ്റ്റ് എ എന്ന് പറയുന്ന വെക്ടർ എയുമായിട്ട് തന്നെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണ്, എ ഡോട്ട് എ. സോ a1i പ്ലസ് a2j പ്ലസ് a3k ഡോട്ട് ആ വെക്ടർ തന്നെ a1i പ്ലസ് a2j പ്ലസ് a3k. സോ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? a1 ഇൻറ്റു a1 പ്ലസ് a2 ഇൻറ്റു a2 പ്ലസ് a3 ഇൻറ്റു a3. ദറ്റ് ഈസ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് a3 സ്ക്വയർ. നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് a3 സ്ക്വയർ എന്താണ്? ലെങ്ത് ഓഫ് എ സ്ക്വയർ ആണ്. സോ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? ലെങ്ത് ഓഫ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ഡോട്ട് എ. സോ ഇത് ഏത് വെക്ടറിന്റെ കേസിലും ഇത് ട്രൂ ആണ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതെപ്പോഴും ഇത് നമുക്ക് പ്രൂവ് ചെയ്തെടുക്കാൻ ഒക്കില്ല. ഇതൊരു നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വെക്ടറിന്റെ കേസിലോ. ലെങ്ത് ഓഫ് ഏതൊരു വെക്ടർ ആയിക്കോട്ടെ, വെക്ടറോ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനോ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, ഒരു വെക്ടറിന്റെ ലെങ്ത് ഓഫ് എ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എ ഡോട്ട് എ ആയിരിക്കും. സോ സിമിലർലി നമുക്ക് ഇവിടെ ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഉള്ളത് ആർ ഓഫ് ടി ആണ്. ഈ കാര്യം നമ്മൾ ആർ ഓഫ് ടിയിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ലെങ്ത് ഓഫ് ആർ ഓഫ് ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ ഓഫ് ടി ഡോട്ട് ആർ ഓഫ് ടി എന്ന് കിട്ടും. സോ അങ്ങനെ ആണെങ്കിൽ ഞാൻ ഡെറിവേറ്റീവ് എടുക്കുകയാണ്, ഡി ബൈ ഡി ടി ഓഫ് ഈ ലെങ്ത് ആർ ഓഫ് ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഡി ബൈ ഡി ടി ഓഫ് ലെങ്ത് ആർ ഓഫ് ടി സ്ക്വയർ ദറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ലെങ്ത് ഓഫ് ആർ ഓഫ് ടി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ആർ ഓഫ് ടി ഡോട്ട് ആർ ഓഫ് ടി. സോ അത് മാറ്റി കൊടുക്കുന്നു, ആർ ഓഫ് ടി ഡോട്ട് ആർ ഓഫ് ടി. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു ആർ വൺ ഓഫ് ടി ഡോട്ട് ആർ ടു ഓഫ് ടി എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഡോട്ട് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഫംഗ്ഷൻ ഡോട്ട് സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ്. സോ ആ റിസൾട്ട് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാണ്. ഇവിടെ രണ്ടും സെയിം ഫംഗ്ഷൻസ് ആണ് എന്നേ ഉള്ളൂ. ആ റിസൾട്ട് അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഫസ്റ്റ് ഫംഗ്ഷനായ ആർ ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് ഡോട്ട് സെക്കൻഡ് ഫംഗ്ഷൻ ആർ ഓഫ് ടി അതുപോലെ തന്നെ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഡോട്ട് സെക്കൻഡ് ഫംഗ്ഷനായ ആർ ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് ബൈ ഡോട്ട് പ്രോഡക്റ്റ് റൂളാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്കൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ സെമ്മിൽ, എ ഡോട്ട് ബിയും ബി ഡോട്ട് എയും സെയിം ആണ്. അതായത് ഡോട്ട് പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണെന്നുള്ളത്. സോ ഇവിടെ ഈ നമ്മളിപ്പോൾ എഴുതിയ സമ്മിലെ രണ്ട് ടേംസും സെയിം അല്ലേ? കാരണം ഡി ആർ ഓഫ് ടി ഡി ആർ ബൈ ഡി ടി ഡോട്ട് ആർ ഓഫ് ടി പ്ലസ് ആർ ഓഫ് ടി ഡോട്ട് ഡി ആർ ബൈ ഡി ടി. അതായത് എ ഡോട്ട് ബി എന്നും ബി ഡോട്ട് എ എന്നും പോലെയല്ലേ ഉള്ളൂ, പൊസിഷനല്ലേ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇത് രണ്ടും സെയിം ആണ്. സോ എനിക്ക് ഇതിനെ ആഡ് ചെയ്യാമല്ലോ, ടു ടൈംസ് എങ്ങനെ എഴുതാം? ആർ ഓഫ് ടി ഡോട്ട് ഡി ആർ ബൈ ഡി ടി എന്ന് എഴുതാം. കാരണം എന്താ? ഇത് രണ്ടും സെയിം ആണ്. സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ടു ടൈംസ് ഡി ആർ ബൈ ഡി ടി ഡോട്ട് ആർ ഓഫ് ടി എന്ന് വേണമെങ്കിലും എഴുതാം. സോ ഞാൻ ഇവിടെ ഇപ്പം ടു ടൈംസ് ആർ ഓഫ് ടി ഡോട്ട് ഡി ആർ ബൈ ഡി ടി എന്ന് എഴുതിയെന്നേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിലും എഴുതാം, ഇത് രണ്ടും സെയിം ആണ്. അതായത് എക്സ് പ്ലസ് എക്സ് എന്ന് എഴുതുന്ന പോലെ നമുക്ക് 2x എന്ന് എഴുതാമല്ലോ. സോ അത് ടു ടൈംസ് ആർ ഓഫ് ടി ഡോട്ട് ഡി ആർ ബൈ ഡി ടി എന്ന് കിട്ടും. സോ ഇതവിടെ നിൽക്കട്ടെ. ഇനി നമുക്കൊരു കാര്യം ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എന്താണ്? നോം ആർ ഓഫ് ടി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ ഗിവൺ നോം ആർ ഓഫ് ടി ഇസ് എ കോൺസ്റ്റന്റ്. നോം ആർ ഓഫ് ടി കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ സ്ക്വയർ എടുത്താലും കോൺസ്റ്റന്റ് അല്ലേ? ഒരു വാല്യൂ, ആ നോം ആർ ഓഫ് ടി എന്ന് പറയുന്ന വാല്യൂ ഒരു കോൺസ്റ്റന്റ് നമ്പർ ആണെങ്കിൽ അതിന്റെ സ്ക്വയറും ഒരു കോൺസ്റ്റന്റ് നമ്പറല്ലേ കിട്ടുന്നത്. സോ ദാറ്റ് ഇംപ്ലൈസ് നോം ആർ ഓഫ് ടി സ്ക്വയർ ഇസ് ഓൾസോ കോൺസ്റ്റന്റ്.
നമുക്കറിയാം ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അഥവാ കോൺസ്റ്റന്റ് വെക്ടറോ എന്തോ ആയിക്കോട്ടെ ഒരു കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എപ്പോഴും എന്താണ് 0 ആണ്. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് എനിക്ക് എന്ത് പറയാം ഡി ബൈ ഡി ടി ഓഫ് നോം ആർ ഓഫ് ടി സ്ക്വയർ ഈക്വൽ ടു 0. ഇനി ഇവിടെ നോക്കുക, നമ്മൾ ഡി ബൈ ഡി ടി ഓഫ് നോം ആർ ഓഫ് ടി സ്ക്വയർ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് 2 ടൈംസ് ആർ ഓഫ് ടി ഡോട്ട് ഡി ആർ ഓഫ് ടി ബൈ ഡി ടി. സോ ഇതിന് പകരം ഞാൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഇംപ്ലൈസ് 2 ടൈംസ് ആർ ഓഫ് ടി ഡോട്ട് ഡി ആർ ഓഫ് ടി ബൈ ഡി ടി ഈക്വൽ ടു 0. ഇനി ഒരു 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ദാറ്റ് ഇംപ്ലൈസ് ആർ ഓഫ് ടി ഡോട്ട് ഡി ആർ ഓഫ് ടി ബൈ ഡി ടി ഈക്വൽ ടു 0. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഞാൻ എഴുതിയിരിക്കുന്നത് ദാറ്റ് ഇംപ്ലൈസ് ആർ ഓഫ് ടി ഡോട്ട് ഈ ഡി ആർ ബൈ ഡി ടി എന്നുള്ളതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ആർ ഡാഷ് ഓഫ് ടി എന്ന്. സോ ആർ ഓഫ് ടി ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 0. അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആർ ഓഫ് ടി ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 0. അതായത് ആർ ഓഫ് ടിയും ആർ ഡാഷ് ഓഫ് ടിയും ഓർത്തോഗണൽ ആണെന്നുള്ളത്. സോ ഇത് നമുക്ക് കിട്ടി. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, ഒന്നിൽ കൂടുതലാണ് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിഫറൻസിയേഷൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആയിരുന്നു ഇത്ര നേരം കണ്ടത്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ബേസിസ് വെക്ടേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് ഐയും ജെയും കെയും ഒക്കെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ബേസിസ് വെക്ടേഴ്സ് ആണ് ഐയും ജെയും കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ്. നമ്മൾ ഇനി പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് ഈ ഫംഗ്ഷനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് അവിടെ അതിന്റെ ഡെറിവേറ്റീവ്സ് എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് പറയാൻ പോകുന്നത്. സോ റോ ആൻഡ് ഫൈ ഡിനോട്ട്സ്, നമ്മളിപ്പം കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ നമ്മൾ എക്സും വൈയും പറയുന്ന പോലെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ വേരിയബിൾസ് റോയും ഫൈയും ആണ്. Rho and phi denotes the two-dimensional plane polar coordinates. The two vectors E rho cap and E phi cap, okay, are the basis vectors for this two-dimensional coordinate system. Cartesian coordinate systemത്തിൽ ഐയും ജെയും ആയിരുന്നു ബേസിസ് വെക്ടേഴ്സ് എങ്കിൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ബേസിസ് വെക്ടേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇ റോ ക്യാപ്പും ഇ ഫൈ ക്യാപ്പ് എന്നാണ്. Just as I and J are the basis vectors for two-dimensional Cartesian coordinates. സോ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എക്സും വൈയും വേരിയബിൾസ് പോലെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ വേരിയബിൾസ് റോയും ഫൈയും ആണ്. ഇനി കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ബേസിസ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് ഐയും ജെയും ആയിരുന്നെങ്കിൽ പോളാർ കോർഡിനേറ്റ്സിലേക്ക് വരുമ്പോൾ ബേസിസ് വെക്ടേഴ്സ് ഇ റോ ക്യാപ്പ് ഇ ഫൈ ക്യാപ്പ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റവും പോളാർ കോർഡിനേറ്റ് സിസ്റ്റവും തമ്മിലുള്ള റിലേഷൻ ആണ് നെക്സ്റ്റ് പറയുന്നത്. ഇതിന്റെ രണ്ടിന്റെയും ബേസിസ് വെക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻ. ഇ റോ ക്യാപ്പ് എന്ന് പറയുന്നത് ബേസിസ് വെക്ടർ ഇൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. അതിനെ എനിക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ബേസിസ് വെക്ടേഴ്സ് ആയ ഐയും ജെയും ഉപയോഗിച്ച് എങ്ങനെ എഴുതാം എന്നാണ് ഇവിടെ പറയുന്നത്. സോ ഇത് കാണാതെ പഠിക്കണം. ഈ രണ്ട് വാല്യൂസ്, ഈ രണ്ട് ഫോർമുലാസ് ഇത് വെച്ച് പ്രോബ്ലം ചെയ്യാൻ വരും. സോ ഇ റോ ക്യാപ്പ് ഈസ് കോസ് ഫൈ ഐ പ്ലസ് സൈൻ ഫൈ ജെ. അങ്ങനെയാണ് ഇതിന്റെ റിലേഷൻ. ഇനി നെക്സ്റ്റ് ഈ ഫൈ ക്യാപ്പ്, അടുത്ത ബേസിസ് വെക്ടർ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഈ ഫൈ ക്യാപ്പിനെ ഐയും ജെയും ഉപയോഗിച്ച് എനിക്ക് എങ്ങനെ എഴുതാം? മൈനസ് സൈൻ ഫൈ ഐ പ്ലസ് കോസ് ഫൈ ജെ. സോ ഇത് പഠിച്ചു വയ്ക്കാം. ഇനി നെക്സ്റ്റ് ഈ രണ്ട് ബേസിസ് വെക്ടേഴ്സിന്റെ ഡെറിവേറ്റീവ് ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഫൈൻഡിങ് ഡെറിവേറ്റീവ്സ് ഓഫ് ബേസിസ് വെക്ടേഴ്സ്. സോ അതായത് ഡി ബൈ ഡി ടി ഓഫ് ഇ റോ ക്യാപ്പ്. സോ ഇ റോ ക്യാപ്പ് എന്ന് പറയുന്നത് എനിക്കറിയാം, ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. സോ ഡെറിവേറ്റീവ് എടുക്കുക മീൻസ് എന്താണ്? ഐയുടെ കമ്പൗണ്ട് ഡെറിവേറ്റീവ് എടുക്കുക ഇൻറ്റു ഐ പ്ലസ് ജെയുടെ കമ്പൗണ്ട് ഡെറിവേറ്റീവ് ഇൻറ്റു ജെ. അതായത് ഡി ബൈ ഡി ടി ഓഫ് കോസ് ഫൈ ഇൻറ്റു ഐ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഫൈ ഇൻറ്റു ജെ. കോസ് ഫൈയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഫൈ ഇൻറ്റു എന്തും കൂടെ ചെയ്യണം ഫൈ. ഫൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആണ്. ഇവിടെ വരുന്ന ഈ ഫൈയും റോയും ഫംഗ്ഷൻസ് ഓഫ് ടി ആണ്. സോ അതുകൊണ്ട് തന്നെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? ഇൻറ്റു ഡി ഫൈ ബൈ ഡി ടി ഐ. ഓക്കെ, കാരണം നമ്മളിവിടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് എടുക്കുന്നത്. സോ കോസ് ഫൈയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഫൈ. കോസ് ടി അല്ല, ഇവിടെ ഫൈ ആണ്, ഫൈയിലാണ് കിടക്കുന്നത്. സോ കോസ് ഫൈയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഫൈ ഇൻറ്റു ഫൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആണ്. സോ ഫൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ഡി ഫൈ ബൈ ഡി ടി ഐ പ്ലസ് സൈൻ ഫൈയുടെ ഡെറിവേറ്റീവ് കോസ് ഫൈ ഇൻറ്റു ഫൈയുടെ ഡെറിവേറ്റീവ് ഡി ഫൈ ബൈ ഡി ടി ജെ. സോ ചെയിൻ റൂൾ ആണ് ഇവിടെ അപ്ലൈ ചെയ്തത്. ഇനി ഞാനിവിടെ ഈ ഡി ഫൈ ബൈ ഡി ടി കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ രണ്ട് ടേംസിൽ നിന്ന് എടുത്ത് എനിക്ക് എന്ത് കിട്ടും? മൈനസ് സൈൻ ഫൈ ഐ പ്ലസ് കോസ് ഫൈ ജെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഡി ഫൈ ബൈ ഡി ടിയെ ഞാൻ ഫൈ ഡോട്ട് എന്ന് എഴുതുകയാണ്. നമ്മളിപ്പോൾ ആറിൻ്റെ ഡെറിവേറ്റീവിനെ നമ്മളൊരു രീതിയുണ്ട്, ആർ ഡോട്ട് എന്ന് പറഞ്ഞ് എഴുതും. ആറിൻ്റെ മേളിൽ ഒരു ഡോട്ട് കൊടുക്കും ഡെറിവേറ്റീവിനെ റെപ്രസെന്റ് ചെയ്യാൻ. അങ്ങനെ ഒരു രീതിയുണ്ട്. ഓക്കെ, സോ ആ ടിപ്പിക്കൽ രീതിയിലാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. ഡി ഫൈ ബൈ ഡി ടിയെ ഞാൻ ഫൈ ഡോട്ട് എന്ന് കൊടുത്തു. ദാറ്റ് മീൻസ് ഡി ഫൈ ബൈ ഡി ടി വേർ ഇവിടെ എഴുതിയിട്ടുണ്ട്, വേർ ഫൈ ഡോട്ട് ഈസ് ഡി ഫൈ ബൈ ഡി ടി. ഇനി മൈനസ് സൈൻ ഫൈ ഐ പ്ലസ് കോസ് ഫൈ ജെ എന്നുള്ളത് നിങ്ങൾ നോക്കുക, ഇവിടെ ഈ ഫൈ ക്യാപ്പ് ആണ്. സോ അതിന് പകരം ഈ ഫൈ ക്യാപ്പ് എന്ന് കൊടുക്കുന്നു. സോ ഈ ഫോമുലയും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. അതായത് ഇതിന്റെ ഇ റോ ക്യാപ്പിന്റെ ഇ ഫൈ ക്യാപ്പിന്റെ ഫോമുലയും അതിന്റെ ഡെറിവേറ്റീവ്സിന്റെ ഫോമുലയും പഠിച്ചു വെക്കണം, എന്നാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. ഓക്കെ, നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ ഇ റോ ക്യാപ്പിന്റെ ഡെറിവേറ്റീവ് കണ്ടതുപോലെ ഇ ഫൈ ക്യാപ്പിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പോവാണ്. ഡി ബൈ ഡി ടി ഓഫ് ഇ ഫൈ ക്യാപ്പ്. സോ ഇ ഫൈ ക്യാപ്പിന്റെ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഡി ബൈ ഡി ടി ഓഫ് മൈനസ് സൈൻ ഫൈ ഐ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് കോസ് ഫൈ ജെ. ഓക്കെ,
മൈനസ് സൈൻ ഫൈയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? മൈനസ് ഓഫ് സൈൻ ഫൈയുടെ ഡെറിവേറ്റീവ് കോസ് ഫൈ ഇൻറ്റു ഫൈയുടെ ഡെറിവേറ്റീവ് ഡി ഫൈ ബൈ ഡി ടി ആയി. അടുത്ത കോസ് ഫൈയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഫൈ ഇൻറ്റു ഡി ഫൈ ബൈ ഡി ടി ജെ. ഞാൻ ഇവിടെ മൈനസ് ഡി ഫൈ ബൈ ഡി ടി കോമൺ ആയിട്ട് എടുത്താൽ കോസ് ഫൈ ഐ പ്ലസ് സൈൻ ഫൈ ജെ എന്ന് കിട്ടും. ദാറ്റ് ഈസ് മൈനസ് ഡി ഫൈ ബൈ ഡി ടിയെ ഫൈ ഡോട്ട് എന്ന് എഴുതുകയാണ്. ഈ കോസ് ഫൈ ഐ പ്ലസ് സൈൻ ഫൈ ജെ എന്നുള്ളത് ഈ റോ ക്യാപ്പ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് ഫൈ ഡോട്ട് ഇൻറ്റു ഈ റോ ക്യാപ്പ്. സോ ഈ രണ്ട് ഡെറിവേറ്റീവ് ഇപ്പം നമുക്ക് കിട്ടിയ രണ്ട് റിസൾട്ടും കൂടി ഞാൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇതും പഠിക്കണം. ഡി ബൈ ഡി ടി ഓഫ് ഇ റോ ക്യാപ്പ് ഈസ് ഫൈ ഡോട്ട് ഇ ഫൈ ക്യാപ്പ്. d by dt of e phi cap is minus phi dot into e rho cap. ഈ phi dot എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് d phi by dt. ഫൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു t ആണ്. സോ ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കുക. ദ പൊസിഷൻ വെക്ടർ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സ് ഈസ് r of t is equal to rho of t into e rho cap. rho എന്ന് പറയുന്നത് എന്താണ്? പോളാർ കോർഡിനേറ്റ്സിലെ വേരിയബിൾ ആണ് റോയും ഫൈയും. അതിൽ ആ റോയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. റോ r of t is equal to rho of t into e rho cap. പൊസിഷൻ വെക്ടർ ആണ്. ഇൻ പോളാർ കോർഡിനേറ്റ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫൈൻഡ് എക്സ്പ്രഷൻ ഫോർ ദി വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ ദീസ് കോർഡിനേറ്റ്സ്. അങ്ങനെ ആണെങ്കിൽ പോളാർ കോർഡിനേറ്റ്സിൽ തന്നെ ഇതിന്റെ വെലോസിറ്റിയും ആക്സലറേഷനും കണ്ടുപിടിക്കാം. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പൊസിഷൻ വെക്ടറിന്റെ ഡെറിവേറ്റീവ് ഡി ആർ ബൈ ഡി ടി. സോ ഡി ബൈ ഡി ടി ഓഫ് ഇവിടെ ആർ ഓഫ് ടി എന്താണ് തന്നിരിക്കുന്നത്? റോ ഓഫ് ടി ഇൻറ്റു ഇ റോ ക്യാപ്പ്. ഡെറിവേറ്റീവ് എടുക്കുക. ഇത് രണ്ടും ഫംഗ്ഷൻസ് പ്രോഡക്റ്റ് റൂളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. എന്ത് ചെയ്യണം? rho of t ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഡി ബൈ ഡി ടി ഓഫ് ഇ റോ ക്യാപ്പ് പ്ലസ് എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ. ഇവിടെ ഓർഡർ എങ്ങനെ വേണം എഴുതാൻ കേട്ടോ. ഈ സെക്കൻഡ് ടേമിനെ നിങ്ങൾക്ക് ഡി ബൈ ഡി ടി ഓഫ് റോ ഓഫ് ടി ഇൻറ്റു ഇ റോ ക്യാപ്പ് എന്നോ അല്ലെങ്കിൽ ഇ റോ ക്യാപ്പ് ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് റോ ഓഫ് ടി അങ്ങനെ വേണേൽ എഴുതാം. ഈ ഡോട്ടും ക്രോസും ഒക്കെ വരുമ്പോൾ അതേ ഓർഡറിൽ എഴുതണം എന്നേ ഉള്ളൂ. ആ ഫോർമുലയിൽ എഴുതിയിരിക്കുന്ന അതേ ഓർഡറിൽ തന്നെ എഴുതണം എന്നേ ഉള്ളൂ. സോ ഇവിടെ എന്ത് കിട്ടും? റോ ഓഫ് ടി ഇൻറ്റു ഈ ഡി ബൈ ഡി ടി ഓഫ് ഇ റോ ക്യാപ്പ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് പഠിച്ചു വെക്കണം എന്നാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. ഡി ബൈ ഡി ടി ഓഫ് ഇ റോ ക്യാപ്പ് എന്താണ്? ഫൈ ഡോട്ട് ഇ ഫൈ ക്യാപ്പ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫൈ ഡോട്ട് ഇ ഫൈ ക്യാപ്പ് പ്ലസ് എന്താണ്? ഡി ബൈ ഡി ടി ഓഫ് റോ ഓഫ് ടി. റോയുടെ ഡെറിവേറ്റീവിനെ എനിക്ക് എങ്ങനെ എഴുതാം? റോ ഡോട്ട്. റോയും ഫൈയും ആണ് അവിടുത്തെ വേരിയബിൾസ്. സോ റോയുടെ ഡെറിവേറ്റീവിനെ റോ ഡോട്ട് എന്നും ഫൈയുടെ ഡെറിവേറ്റീവിനെ ഫൈ ഡോട്ട് എന്നും എഴുതാം. ഇനി ഇ റോ ക്യാപ്പ് അതുപോലെ തന്നെ എഴുതി. സോ റോ ഡോട്ട് ഇൻറ്റു ഇ റോ ക്യാപ്പ് വരുന്നു. റോ ഡോട്ട് ഞാനിവിടെ എടുത്തെഴുതിയതേ ഉള്ളൂ. എന്താണ്? ഡി റോ ബൈ ഡി ടി. സോ ഇതാണ് വെലോസിറ്റി വെക്ടറായിട്ട് കിട്ടുക. ഇവിടെ എല്ലാം നോക്കുക. റോയിലും ഫൈവിലും ഇ റോ ക്യാപ്പ് ഇ ഫൈ ക്യാപ്പ് അല്ലേ ഇവിടുത്തെ ബേസിസ് വെക്ടേഴ്സ് ഐക്കും ജെയ്ക്കും പകരം വന്നിരിക്കുന്നത്. സോ ഇത് പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സിലാണ് വന്നിരിക്കുക. ഇനി ആക്സലറേഷൻ കണ്ടുപിടിക്കുന്നത്, അതായത് ഡി വി ബൈ ഡി ടി. വെലോസിറ്റി വെക്ടർ ഇപ്പം നമുക്ക് കിട്ടിയ അതിൻ്റെ ഡെറിവേറ്റീവ്. So d by dt of E vector, velocity vector, rho phi dot E phi cap plus rho dot E rho cap. ഇനി സം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സെപ്പറേറ്റ് ഡെറിവേറ്റീവ് എടുക്കുക. ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് റോ ഫൈ ഡോട്ട് ഇ ഫൈ ക്യാപ്പ് പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് റോ ഡോട്ട് ഇ റോ ക്യാപ്പ്. ഇനി ഇവിടെ മൂന്ന് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് ആണ്. സോ എന്താണ്? മൂന്ന് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് ഡെറിവേറ്റീവ് എടുക്കുക? ആദ്യം ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഡി റോ ബൈ ഡി ടി. അപ്പോൾ മറ്റേത് രണ്ടും അതുപോലെ തന്നെ ഇൻറ്റു ഫൈ ഡോട്ട് ഇൻറ്റു ഇ ഫൈ ക്യാപ്പ് അതുപോലെ തന്നെ എഴുതാം. പ്ലസ് അടുത്ത് എന്ത് ചെയ്യണം? ഈ സെക്കൻഡ് ഫംഗ്ഷനായ ഫൈ ഡോട്ടിന്റെ ഡെറിവേറ്റീവ് മറ്റ് രണ്ട് ഫംഗ്ഷനും അതുപോലെ തന്നെ എഴുതുക. സോ റോ ഇൻറ്റു ഡി ഫൈ ഡോട്ട് ബൈ ഡി ടി ഇ ഫൈ ക്യാപ്പ് പ്ലസ് അടുത്ത് എന്ത് ചെയ്യണം? ഈ തേർഡ് ഫംഗ്ഷനായ ഇ റോ ക്യാപ്പിന്റെ ഡെറിവേറ്റീവ് ബാക്കി രണ്ട് ഫംഗ്ഷൻസും അതുപോലെ തന്നെ എഴുതാം. റോ ഫൈ ഡോട്ട് ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ഇ റോ ക്യാപ്പ്. സോ ഈ ഫസ്റ്റ് ടേമിന്റെ ഡെറിവേറ്റീവ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ടേമിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താണ്? അവിടെ രണ്ട് ഫംഗ്ഷനേ ഉള്ളൂ. സോ ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ തന്നെ പ്ലസ് എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ തന്നെ നിർത്തും, സെക്കൻഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊടുക്കുന്നു. സോ ഇവിടെ നോക്കിയാൽ അറിയാം ഡി റോ ബൈ ഡി ടിയെ ഞാൻ റോ ഡോട്ട് എന്ന് എഴുതുകയാണ്. ഫൈ ഡോട്ട് ഇ ഫൈ ക്യാപ്പ് അതുപോലെ തന്നെ. അടുത്തത് റോ ഡി ഫൈ ഡോട്ട് ബൈ ഡി ടി. ഫൈ ഡോട്ടിന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഡോട്ടും കൂടി ഇട്ടാൽ മതി. ഫൈ ഡോട്ടിന്റെ ഡെറിവേറ്റീവ് ഫൈ ഡബിൾ ഡോട്ട് എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സോ ഫൈ ഡബിൾ ഡോട്ട് ഇ ഫൈ ക്യാപ്പ് പ്ലസ് റോ ഫൈ ഡോട്ട് ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ഇ റോ ക്യാപ്പ്. ഡി ബൈ ഡി ടി ഓഫ് ഇ ഫൈ ക്യാപ്പ്. ഇ ഫൈ ക്യാപ്പിന്റെ ഡെറിവേറ്റീവ്. ഇ ഫൈ ക്യാപ്പിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? മൈനസ് ഫൈ ഡോട്ട് ഇ റോ ക്യാപ്പ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് ഫൈ ഡോട്ട് ഇ റോ ക്യാപ്പ് പ്ലസ് അടുത്ത് ഈ റോ ഡോട്ടിന്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി ടി ഓഫ് റോ ഡോട്ട് റോ ഡബിൾ ഡോട്ട് എന്ന് എടുക്കാം. ഇൻറ്റു ഇ റോ ക്യാപ്പ് പ്ലസ് റോ ഡോട്ട് ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ഇ റോ ക്യാപ്പ്. നമ്മൾ ഈ ഫോമിൽ നോക്കുക. ഡി ബൈ ഡി ടി ഓഫ് ഇ റോ ക്യാപ്പ് ഫൈ ഡോട്ട് ഇൻറ്റു ഇ ഫൈ ക്യാപ്പ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫൈ ഡോട്ട് ഇൻറ്റു ഇ ഫൈ ക്യാപ്പ്. ഇനി ഇവിടെ നോക്കിയാൽ അറിയാം ഈ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും സെയിം ആണ്. സോ 2 ടൈംസ് എഴുതാം. റോ ഡോട്ട് ഫൈ ഡോട്ട് ഇ ഫൈ ക്യാപ്പ് പ്ലസ് റോ ഫൈ ഡബിൾ ഡോട്ട് ഇ ഫൈ ക്യാപ്പ്. സെക്കൻഡ് ടേം അതുപോലെ തന്നെ. തേർഡ് ടേമിൽ മൈനസ് ഞാൻ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുകയാണ്. സോ മൈനസ് റോ ഫൈ ഡോട്ട് ഇൻറ്റു ഫൈ ഡോട്ട് എന്ന് പറയുന്നതിന് എനിക്ക് എങ്ങനെ എഴുതാം? ഫൈ ഡോട്ട് സ്ക്വയർ ഇൻറ്റു ഇ റോ ക്യാപ്പ് പ്ലസ് റോ ഡബിൾ ഡോട്ട് ഇ റോ ക്യാപ്പ് അതുപോലെ തന്നെ.
ഇനി ഇവിടുത്തെ ബേസിസ് വെക്ടേഴ്സ് ഇ റോ ക്യാപ്പ് ഇ ഫൈ ക്യാപ്പും ആണ്. സോ ഇ റോ ക്യാപ്പ് ഞാൻ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്താൽ കൂടെ എന്തൊക്കെ വരും? റോ ഡബിൾ ഡോട്ട് മൈനസ് റോ ഇൻറ്റു ഫൈവ് ഡോട്ട് സ്ക്വയർ പ്ലസ് ഇ ഫൈ ക്യാപ്പ് ഞാൻ ഔട്ട് സൈഡ് എടുത്താൽ എന്ത് കിട്ടും? റോ ഇൻറ്റു ഫൈവ് ഡബിൾ ഡോട്ട് പ്ലസ് 2 ടൈംസ് റോ ഡോട്ട് ഫൈവ് ഡോട്ട്. സോ ഇതാണ് ആക്സിലറേഷൻ വെക്ടർ. So next ഒരു question നോക്കുക. A particle of mass m with position vector to some object O experiences a force F which produces a torque T is equal to R cross F. So mass m ഉള്ള ഒരു പാർട്ടിക്കിൾ ആണ് that experiences a force F. F എന്ന് പറയുന്നത് ഇവിടെ ഫോഴ്സ് ആണ്. ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്കിന്റെ വാല്യൂ ഡിനോട്ട് ചെയ്യുന്ന T ആണ്. T is given as R cross F. ഇനി ദ ആംഗുലർ മൊമെന്റം ഓഫ് ദി പാർട്ടിക്കിൾ അബൌട്ട് O is given by പാർട്ടിക്കിളിന്റെ ആംഗുലർ മൊമെന്റം L വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ആസ് ആർ ക്രോസ് എം വി. ഓക്കെ, എം എന്ന് പറയുന്ന മാസ് ആണ്, പിന്നെ ആർ എന്ന് പറയുന്ന പൊസിഷൻ വെക്ടർ ആണ്. വി എന്താണ്? വേർ വി ഇസ് ദ പാർട്ടിക്കിൾസ് വെലോസിറ്റി. ഓക്കെ, ഷോ ദാറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ടോർക്ക്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ആംഗുലർ മൊമെന്റം എൽ ആണ്, നമുക്കിവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം ഈസ് ഈക്വൽ ടു ദ അപ്ലൈഡ് ടോർക്ക്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്ന ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, സോ ആംഗുലർ മൊമെന്റത്തിന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ടോർക്ക് എന്നാണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ആംഗുലർ മൊമെന്റത്തിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എൽ ബൈ ഡി ടി. ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ടോർക്ക് ടി ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. റേറ്റ് ഓഫ് ചേഞ്ച് മീൻസ് ഡെറിവേറ്റീവ്. ഓക്കെ, സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം ഈസ് ഈക്വൽ ടു ടോർക്ക് എന്ന് പ്രൂവ് ചെയ്യണം. ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ടി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി സൊല്യൂഷനിലേക്ക് പോവാണ്. ഞാൻ ആദ്യം ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ അപ്ലൈ ചെയ്യാണ്. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ വെച്ചിട്ട് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു എന്താണെന്നാണ് പറയുന്നത്? പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ആക്സിലറേഷൻ എം എ. എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നാണ് കിട്ടുക. ഈ എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ, അതിന് എനിക്ക് ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി എന്ന് എഴുതാമല്ലോ. എ ഇസ് ഡി വി ബൈ ഡി ടി ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ എം ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് കിട്ടും. സോ ഇതവിടെ നിൽക്കട്ടെ, ഞാൻ ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കാൻ പോവാണ്. Now rate of change of angular momentum എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എൽ ബൈ ഡി ടി, ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് എൽ എന്ന് പറഞ്ഞാൽ ആർ ക്രോസ് എം വി എന്ന് തന്നിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എല്ലിന് പകരം ആർ ക്രോസ് എം വി. ഇനി ആർ വൺ ഓഫ് ടി ക്രോസ് ആർ ടു ഓഫ് ടി എന്ന് പറയുന്ന ക്രോസ് പ്രോഡക്റ്റ് റൂള്, അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന റൂളാണ് ക്രോസ് പ്രോഡക്റ്റ് റൂള്. സോ അത് അപ്ലൈ ചെയ്യാണ്. എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഡി ആർ ബൈ ഡി ടി ക്രോസ് സെക്കൻഡ് ഫംഗ്ഷൻ എം വി പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ തന്നെ ക്രോസ് സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി ടി ഓഫ് എം ബി. ക്രോസ് പ്രോഡക്റ്റ് റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി ഡി ആർ ബൈ ഡി ടി, ആർ എന്ന് പറയുന്ന പൊസിഷൻ വെക്ടർ ആണ്, അങ്ങനെയാണെങ്കിൽ ഡി ആർ ബൈ ഡി ടി ഗീവ്സ് വെലോസിറ്റി ആണ്. സോ ഡി ആർ ബൈ ഡി ടിക്ക് പകരം വി എന്ന് എഴുതാം. വി ക്രോസ് എം വി പ്ലസ് ആർ ക്രോസ് ഡി ബൈ ഡി ടി ഓഫ് എം വി. ഓക്കെ, എം എന്ന് പറയുന്ന മാസ് ആണ്. മാസ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വെക്ടർ ആണ്. മാസ് എന്ന് പറയുന്ന ഒരിക്കലും എന്താണ്? മാസ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. അതൊരിക്കലും എന്താണ്? ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ അല്ല. മാസ് എന്ന് പറയുന്ന സ്കെയിലാർ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡെറിവേറ്റീവ് ഡി ബൈ ഡി ടി ഓഫ് എം വിയിൽ ഈ എം എന്ന് പറയുന്ന മാസ് എനിക്ക് ഔട്ട് സൈഡ് എടുക്കാം. ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. സോ എം ഇൻറ്റു എന്തെന്ന് എഴുതാം? ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം. ബിക്കോസ് മാസ് ഈസ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് നോട്ട് എ വെക്റ്റർ ഫംഗ്ഷൻ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് എങ്ങനെ എഴുതാം? ഈ വി ക്രോസ് എം വി, നമ്മൾ രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു വെക്ടറിനെ കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കോൺസ്റ്റന്റ് ഔട്ട് സൈഡ് എടുക്കാം. അത് ക്രോസ് മൾട്ടിപ്ലിക്കേഷനിൽ വരുന്ന പ്രോപ്പർട്ടിയാണ്. സോ എം ഇൻറ്റു എന്തെഴുതാം? എം ഇസ് എ കോൺസ്റ്റന്റ്, മാസ് ആണ്, കോൺസ്റ്റന്റ് ആണ്. സോ എം ഇൻറ്റു വി ക്രോസ് വി പ്ലസ് ആർ ക്രോസ് എം ഡി വി ബൈ ഡി ടി. അത് നമ്മൾ ഓൾറെഡി സെക്കൻഡ് ലോ ഓഫ് മോഷൻ വെച്ച് എം ഡി വി ബൈ ഡി ടി എന്താണെന്ന് ആദ്യം എഴുതിയിട്ടുണ്ട്. എന്താണ്? എഫ് ആണ്. സോ ആർ ക്രോസ് എഫ് എന്ന് കിട്ടും. സോ എം ഇൻറ്റു ഇവിടെ ഈ വി ക്രോസ് വി, ഒരു വെക്ടർ ആ വെക്ടറുമായിട്ട് തന്നെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ എപ്പോഴും 0 ആയിരിക്കും കിട്ടുക. കാരണം എന്താ? ക്രോസ് പ്രോഡക്റ്റിന്റെ എയും ബിയും രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ അതിന്റെ ക്രോസ് പ്രോഡക്റ്റിന്റെ ഫോമുല എന്താണ്? നമ്മൾ കഴിഞ്ഞ സെമിൽ പഠിച്ചിട്ടുണ്ട്. എ ബി സൈൻ തീറ്റ. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു വെക്ടേഴ്സ്. സോ രണ്ട് വെക്ടറും സെയിം ആണെന്നുണ്ടെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ തമ്മിൽ എന്താണ്? 0 ആണ്. സോ അതുകൊണ്ട് തന്നെ എ ബി സൈൻ 0 എന്ന് വരും. സൈൻ 0 is 0. അതുകൊണ്ട് തന്നെ രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ്, രണ്ട് സെയിം വെക്ടേഴ്സ്, നമ്മൾ എടുക്കുന്ന വെക്ടേഴ്സ് രണ്ടും സെയിം വെക്ടർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് 0 ആയിരിക്കും. കാരണം ആംഗിൾ ബിറ്റ്വീൻ ദം 0 ആണ്. സോ ഈ വി ക്രോസ് വി നമ്മൾ കഴിഞ്ഞ സെമി പഠിച്ച പ്രോപ്പർട്ടിയാണ്. സോ വി ക്രോസ് വി 0 ആണ്. സോ എം ഇൻറ്റു 0 പ്ലസ് ആർ ക്രോസ് എഫ്, അത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആർ ക്രോസ് എഫ് എന്ന് പറയുന്നത് ടോർക്കാണ്. സോ അതിന് പകരം ടി കൊടുക്കുന്നു. സോ എം ഇൻറ്റു 0 is 0, 0 പ്ലസ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ടി. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം ഈസ് ഈക്വൽ ടു ടോർക്ക്. സോ അത് കിട്ടി. തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് എ വെക്ടർ എ ഓഫ് യു ഹാസ് കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ആസ് യു വേരീസ്. എ ഓഫ് യു എന്ന് പറയുന്ന വെക്ടറിന് കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ആണ് എന്നാണ് തന്നിരിക്കുന്നത്. ആസ് യു വേരീസ്, യു ഏത് വാല്യൂ എടുത്തോട്ടെ,
എ ഓഫ് യു എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്. then it is perpendicular to the vector dA by du. അങ്ങനെ ആണെങ്കിൽ എ ഓഫ് യു എന്ന് പറയുന്നത് dA by du എന്ന് പറയുന്ന വെക്ടറിന് പെർപെൻഡിക്കുലർ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇത് നമ്മൾ ഇവിടെ ഒരു ആർ ഓഫ് ടിയും ആർ ഡാഷ് ഓഫ് ടിയും ഓർത്തോഗണലാണ് എന്ന് ചെയ്ത പോലെ അതേ രീതിയിൽ തന്നെയാണ്, ആ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും ചോദിച്ചിരിക്കുക. സോ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുക. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ഈ റിസൾട്ട്. എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ നോം എ സ്ക്വയർ വരും. സോ ഇവിടെ എ ഓഫ് ടി അല്ല, എ ഓഫ് യു ആണ്. സോ ഞാൻ ഡി ബൈ ഡി യു ഓഫ് നോം എ സ്ക്വയർ കണ്ടുപിടിക്കുകയാണ്. നോം എ സ്ക്വയറിന് പകരം എ ഡോട്ട് എ കൊടുക്കാം. സോ ഡി ബൈ ഡി യു ഓഫ് എ ഡോട്ട് എ. സോ ഇവിടെ ഡോട്ട് പ്രോഡക്റ്റിന്റെ ഡോട്ട് പ്രോഡക്റ്റ് റൂളാണ്, ഡെറിവേറ്റീവ് റൂളാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ എന്ത് വരും? ഡി എ ബൈ ഡി യു ഡോട്ട് എ പ്ലസ് എ ഡോട്ട് ഡി എ ബൈ ഡി യു. ഇനി എ ഡോട്ട് ബിയും ബി ഡോട്ട് എയും സെയിം ആണ്. സോ ഈ രണ്ട് ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെ എഴുതിയാലും രണ്ടും സെയിം ആണ്. സോ 2 ടൈംസ് ദിസ് ക്വാണ്ടിറ്റി എന്ന് എനിക്ക് എഴുതാം. സോ 2 ടൈംസ് എ ഡോട്ട് ഡി എ ബൈ ഡി യു എന്ന് ഞാൻ എഴുതുന്നു. ഇനി അവിടെ നിൽക്കട്ടെ, നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എ ഓഫ് യുവിന്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്. ബട്ട് ഗിവൺ എ ഓഫ് യു ഹാസ് കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ്, ദാറ്റ് ഈസ് നോം എ. കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ എഴുതുന്നത്? നോമയല്ലേ എന്റെ മാഗ്നിറ്റ്യൂഡ്. സോ നോം എ ഈസ് കോൺസ്റ്റന്റ്. ഇനി നോം എ കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ സ്ക്വയറും ഒരു കോൺസ്റ്റന്റ് ആണ്. സോ ദാറ്റ് ഇംപ്ലൈസ് നോം എ സ്ക്വയർ ഇസ് കോൺസ്റ്റന്റ്. ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എപ്പോഴും 0 ആണ്. സോ ഡി ബൈ ഡി യു ഓഫ് നോം എ സ്ക്വയർ ഇസ് 0. ഡി ബൈ ഡി യു ഓഫ് നോം എ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 2 ടൈംസ് എ ഡോട്ട് ഡി എ ബൈ ഡി യു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് എനിക്ക് കിട്ടും. ഒരു 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ എ ഡോട്ട് ഡി എ ബൈ ഡി യു ഈക്വൽ ടു 0 എന്ന് കിട്ടും. എയും ഡി എ ബൈ ഡി യും ഡോട്ട് പ്രോഡക്റ്റ് 0. രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 മീൻസ് എന്താണ്? ആ രണ്ട് വെക്ടേഴ്സും ഓർത്തോഗണലാണ്. സോ എനിക്ക് എന്ത് പറയാം? എ ഈസ് പെർപെൻഡിക്കുലർ ടു ഡി എ ബൈ ഡി യു എന്ന് പറയാം. ഓക്കെ, next question. A particle moves so that its position vector is given by r of t is equal to cos omega t I plus sin omega t j, where omega is a constant. Show that the velocity of the ഒരു പാർട്ടിക്കിളിലെ പൊസിഷൻ വെക്ടർ ആണ് തന്നിരിക്കുന്നത്. r of t is cos omega t I plus sin omega t j. വേറെ ഈ ഒമേഗ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ആർ. സോ വെലോസിറ്റി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ആർ ആണ്. ദാറ്റ് മീൻസ് എന്താണ് നമുക്ക് അവിടെ പ്രൂവ് ചെയ്യേണ്ടത്? രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അവയുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 എന്ന് കാണിച്ചാൽ മതി. സോ വി ഡോട്ട് ആർ 0 എന്ന് കാണിക്കണം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങ് ചെയ്യാം. സൊല്യൂഷൻ എന്താണ്? വി കണ്ടുപിടിക്കുന്നു. ആർ തന്നിട്ടുണ്ട്. സോ അതിൽ നിന്ന് വി ഡി ആർ ബൈ ഡി ടി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡി ബൈ ഡി ടി ഓഫ് ഐയുടെ കമ്പണന്റ് കോസ് ഒമേഗ ടി ഇൻറ്റു ഐ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി ഇൻറ്റു ജെ. കോസ് ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് എന്ത് വരും? സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ്, ഒമേഗ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ ഇൻറ്റു ഒമേഗ കൂടെ വരും. ഓക്കെ, 2ടിയുടെ ഡെറിവേറ്റീവ് 2 അല്ലേ, അതുപോലെ ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് ഒമേഗ. സോ എന്ത് വരും? മൈനസ് ഒമേഗ സൈൻ ഒമേഗ ടി ഐ പ്ലസ് അതേപോലെ ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി എന്ത് വരും? സൈൻ ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗയും കൂടെ വരും. സോ ഒമേഗ കോസ് ഒമേഗ ടി ജെ. ഇനി എനിക്ക് വി പെർപെൻഡിക്കുലർ ടു ആർ എന്ന് കാണിക്കണം. സോ ഞാൻ വി ഡോട്ട് ആർ എടുക്കുകയാണ്. സോ വി നമ്മളിപ്പോൾ കണ്ടുപിടിച്ച വെക്ടർ ഡോട്ട് ഗിവൺ വെക്ടർ ആർ. സോ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? മൈനസ് ഒമേഗ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി എന്ന് വരും. പ്ലസ് ജെയുടെ കമ്പണന്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒമേഗ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി. സോ എന്താണ്? മൈനസും പ്ലസും രണ്ടും സെയിം ടേം ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. സോ എന്ത് പറയാം? വെലോസിറ്റി ഈസ് പെർപെൻഡിക്കുലർ ടു ആർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ദ ആക്സിലറേഷൻ ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ ഒറിജിൻ ആൻഡ് ഹാസ് മാഗ്നിറ്റ്യൂഡ് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ. ആക്സിലറേഷന്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും എന്താണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആക്സിലറേഷന്റെ ഡയറക്ഷൻ എന്താണ്? ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ ഒറിജിൻ, ഒറിജിനിലേക്കാണ് ആക്സിലറേഷന്റെ ഡയറക്ഷൻ. ഇനി ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡിനെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? മാഗ്നിറ്റ്യൂഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ. സോ മാഗ്നിറ്റ്യൂഡും ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിനും തമ്മിൽ പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആക്സിലറേഷന്റെ. സോ നമുക്ക് ആക്സിലറേഷൻ ആദ്യം കണ്ടുപിടിച്ച് നോക്കാം. എ ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി ഡി വി ബൈ ഡി ടി. വെലോസിറ്റി വെക്ടർ ഇതാ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ഡി ബൈ ഡി ടി ഓഫ് മൈനസ് ഒമേഗ സൈൻ ഒമേഗ ടി ഇൻറ്റു ഐ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ കോസ് ഒമേഗ ടി ഇൻറ്റു ജെ. സോ എന്ത് വരും? മൈനസ് ഒമേഗ സൈൻ ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ. സോ ഇതെന്താവും? മൈനസ് ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി ഇൻറ്റു ഐ മൈനസ് അടുത്ത് എന്ത് കിട്ടും? മൈനസ് ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി ഇൻറ്റു ജെ. ഇവിടെ നിന്ന് ഞാൻ മൈനസ് ഒമേഗ സ്ക്വയർ കോമൺ എടുത്താൽ എന്ത് കിട്ടും? മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ ടി ഐ പ്ലസ് സൈൻ ഒമേഗ ടി ജെ. ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിട്ടുള്ള ആർ ഓഫ് ടി ആണ്. ഓക്കെ, സോ എന്ത് കിട്ടും? മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ ഓഫ് ടി. ഇനി നമുക്ക് ഇപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. നമുക്കിനി പറയേണ്ടത് ആക്സിലറേഷന്റെ ഡയറക്ഷൻ എന്താണ്? ടുവേർഡ്സ് ദ ഒറിജിൻ ആണെന്നാണ് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത്.
സോ നമ്മൾ നോക്കിയാൽ അറിയാം എന്താണ് ഇവിടെ എ ഓഫ് ടിയും ആർ ഓഫ് ടിയും തമ്മിലൊരു റിലേഷനാണ് നമുക്കിപ്പോൾ കിട്ടിയത്. എ ഓഫ് ടി എന്ന് പറയുന്നത് മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ ഓഫ് ടി. സോ അതായത് ആർ ഓഫ് ടിയുടെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് എ ഓഫ് ടിയുടെ ഡയറക്ഷൻ. കാരണം രണ്ടും തമ്മിലൊരു മൈനസിന്റെ വ്യത്യാസമുണ്ട്. എ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഒമേഗ ഒരു കോൺസ്റ്റന്റ് ആണ്. സോ ഒമേഗ ഈസ് എ കോൺസ്റ്റന്റ്, ഒരു നമ്പറാണ്. മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ ഓഫ് ടി എന്നാണ്. സോ പ്ലസ് അല്ല, എ ഓഫ് ടി ഈസ് ഈക്വൽ ടു പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ ഓഫ് ടി ആയിരുന്നെങ്കിൽ എ ഓഫ് ടിയുടെയും ആർ ഓഫ് ടിയുടെയും ഡയറക്ഷൻ സെയിം ആണെന്ന് കിട്ടിയാണ്. ഇവിടെ ഒരു മൈനസിന്റെ ഡിഫറൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ആർ ഓഫ് ടിയുടെയും എ ഓഫ് ടിയുടെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഇനി ആർ ഓഫ് ടിയുടെ ഡയറക്ഷൻ എപ്പോഴും നമ്മൾ എങ്ങനെയാ പറയുക, ആർ ഓഫ് ടി എന്ന് പറയുന്ന ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടറാണ്. ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ നമ്മൾ പറയുമ്പോൾ എന്താണ് പറയുക, അത് ഒറിജിനിന്ന് ആയിട്ട് റിലേറ്റ് ചെയ്താണ് അതിനെ പറയുക. ഒറിജിനിന്ന് അത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, അതായത് മൂവ്സ് അവേ ഫ്രം ദ ഒറിജിൻ എന്ന രീതിയിലാണ് ആർ ഓഫ് ടിയുടെ ഡയറക്ഷൻ നമ്മൾ എപ്പോഴും പറയുക. സോ അതുകൊണ്ട് തന്നെ ആർ ഓഫ് ടിയെ നമ്മൾ ഒറിജിനിന്ന് പോകുന്ന മൂവ്സ് അവേ ഫ്രം ദ ഒറിജിൻ ആണ്. ആർ ഓഫ് ടിയും എ ഓഫ് ടിയും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്നാണ് ഇപ്പോൾ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എ ഓഫ് ടിയുടെ ഡയറക്ഷൻ എന്തായിരിക്കണം, ടുവേർഡ്സ് ദ ഒറിജിൻ ആയിരിക്കണം. സോ അങ്ങനെയാണ് എ ഓഫ് ടിയുടെ ഡയറക്ഷൻ ടുവേർഡ്സ് ദ ഒറിജിൻ നമുക്ക് കിട്ടുക. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മൈനസിന്റെ ഡിഫറൻസ് ഉള്ള കാരണം എന്ത് പറയാം, ദസ് ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ ഈസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ആർ ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ ഒറിജിൻ എന്ന് പറയും. കാരണം ആർ ഓഫ് ടിയുടെ ഡയറക്ഷൻ എപ്പോഴും ഒറിജിനിൽ നിന്ന് അകന്നു പോകുന്ന രീതിയിലാണ്. സോ അങ്ങനെ ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് എ. അതുകൊണ്ട് തന്നെ എ എങ്ങോട്ടായിരിക്കും ഡയറക്റ്റ് ചെയ്യുന്നത്, ഒറിജിനിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ഒറിജിൻ. ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡിനെ പറ്റി സംസാരിക്കാൻ എനിക്ക് എന്ത് പറയാൻ സാധിക്കും, ഇതിന്റെ എ ഓഫ് ടിയുടെയും ആർ ഓഫ് ടിന്റെയും മാഗ്നിറ്റ്യൂഡ് പ്രപ്പോർഷണൽ ആണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാരണം എന്താ, മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റന്റ്. മാഗ്നിറ്റ്യൂഡ് നോക്കുമ്പോൾ നമ്മൾ സൈൻ നോക്കേണ്ട ആവശ്യമില്ല. സോ മൈനസും ഒമേഗ സ്ക്വയർ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എ ഓഫ് ടി ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ്. മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഡയറക്ഷൻ നോക്കുമ്പോഴാണ് സൈൻ നോക്കുക. Okay, so a of t is equal to minus omega square into r of t means a of t is equal to some constant into r of t. So r of t യുടെ മാഗ്നിറ്റ്യൂഡ് കൂടിയാൽ a of t യുടെ മാഗ്നിറ്റ്യൂഡും കൂടും. r of t യുടെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞാൽ എന്തായിരിക്കും, a of t യുടെ മാഗ്നിറ്റ്യൂഡും കുറയും. സോ രണ്ടും തമ്മിൽ എന്താണ്, പ്രപ്പോർഷണൽ ആണ്, അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ എന്ത് പറയാം, and the magnitude of the acceleration is proportional to norm of r, the distance from the origin. Norm of r എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ദി ഒറിജിൻ ആണ്. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് ഇസ് പ്രപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് ഫ്രം ദി ഒറിജിൻ. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, ആർ ക്രോസ് ഡി ആർ ബൈ ഡി ടി ഇസ് എ കോൺസ്റ്റന്റ് വെക്ടർ. സോ ആർ ക്രോസ് ഡി ആർ ബൈ ഡി ടി കണ്ടുപിടിക്കാം. ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് ഇതാ ഇവിടെ വെലോസിറ്റി വെക്ടർ ആണ് ഡി ആർ ബൈ ഡി ടി. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്. ആർ ഓഫ് ടി എന്ന് പറയുന്ന വെക്ടർ നമുക്ക് ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. സോ ഈ രണ്ട് വെക്ടേഴ്സ് നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുകയാണ്. ആർ ക്രോസ് ഡി ആർ ബൈ ഡി ടി രണ്ട് വെക്ടറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഡിറ്റർമിനന്റ് ഐ ജെ കെ കൊടുത്തു. സെക്കൻഡ് റോയിൽ എന്ത് കൊടുക്കുക, ആർ എന്ന് പറയുന്ന വെക്ടറിന്റെ കമ്പണൻസ് കൊടുത്തു. കെയുടെ കമ്പണന്റ് 0 വരും. നെക്സ്റ്റ് ലാസ്റ്റ് എന്ത് കൊടുത്തു, ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്ന വെക്ടറിന്റെ കമ്പണൻസ്, അവിടെയും കെയുടെ കമ്പണന്റ് 0. സോ അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഇതാണ്, കെ ഒമേഗ കെ എന്ന് കിട്ടും. ഇവിടെ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് സൈൻ സ്ക്വയർ ഒമേഗ ടി നമ്മൾ ഔട്ട് സൈഡ് എടുക്കും, കോമൺ എടുക്കും. അങ്ങനെ എടുക്കുമ്പം എന്താണ്, അതിന്റെ വാല്യൂ 1 ആണ്. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. സോ ഒമേഗ കെ എന്ന് കിട്ടും. ഒമേഗ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. നോക്കുക, ക്വസ്റ്റ്യനിൽ ഒമേഗ ഇസ് എ കോൺസ്റ്റന്റ് എന്ന് തന്നിട്ടുണ്ട്. സോ അതായത് എന്താണ്, ഒമേഗ കെ എന്ന് പറയുന്നത് ഒരു 2k എന്നോ 3k എന്നോ ഒക്കെ പറയുന്ന പോലെ ഉള്ളൂ. സോ ദാറ്റ് ഇസ് എ കോൺസ്റ്റന്റ് വെക്ടർ. സോ കോൺസ്റ്റന്റ് വെക്ടർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിരുന്നു നമ്മുടെ ചോദ്യം, അതും കിട്ടി. സോ ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താണ്, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്താണ്, സെൻട്രിഫ്യൂജൽ ഫോഴ്സ് എന്താണ്. 3 കാര്യങ്ങളാണ്. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ, ഓക്കെ, 4 കാര്യങ്ങൾ വരും. ഓക്കെ, ആംഗുലർ സ്പീഡ്, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ, സെൻട്രിപെറ്റൽ ഫോഴ്സ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഈ 4 കാര്യങ്ങളാണ് നെക്സ്റ്റ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. Suppose a particle moves along a circle C having a radius r in the counterclockwise sense. സോ നമുക്കൊരു സർക്കിൾ സി ഉണ്ട്. ഈ സർക്കിൾ സിയിലൂടെ, ആ സർക്കിൾ സിയുടെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. ഈ സർക്കിളിലൂടെ ഒരു പാർട്ടിക്കിൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്. ഒരു പാർട്ടിക്കുലർ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുമ്പോഴാണ് അവിടെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ, ആ കറസ്പോണ്ടിങ് ആക്സിലറേഷൻ ആണ് നമ്മൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. കറസ്പോണ്ടിങ് അവിടുത്തെ ഫോഴ്സിനെ നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ്, സെൻട്രിപെറ്റൽ ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സിനെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് വിളിക്കും. ഇത്രയേ ഉള്ളൂ ഐഡിയ. നമ്മൾ നേരത്തെ പാർട്ടിക്കിൾ ഒരു കർവിൽ കൂടെ മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും മൂവ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഇനി ആ പാർട്ടിക്കിൾ ഒരു സർക്കിളിൽ മൂവ് ചെയ്യുമ്പോൾ അവിടെ കറസ്പോണ്ടിങ് ആ പാർട്ടിക്കിളിന്റെ ആക്സിലറേഷനെ നമ്മൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് വിളിക്കും. കറസ്പോണ്ടിങ് ഫോഴ്സിനെ നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് വിളിക്കും.
സെൻട്രിപെറ്റൽ ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സിനെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് വിളിക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. നമുക്ക് ജസ്റ്റ് അതിലേക്കൊന്ന് പോവാം. സോ ഒരു പാർട്ടിക്കിൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ് സി എന്ന് പറയുന്ന സർക്കിളിൽ. അതിന്റെ റേഡിയസ് ആണ് r. ദെൻ ഇറ്റ്സ് മോഷൻ ഈസ് ഗിവൺ ബൈ ദ വെക്ടർ ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിക്കിളിന്റെ മോഷൻ നമുക്ക് ഇങ്ങനെ ഒരു വെക്ടർ ഫംഗ്ഷൻ ഉപയോഗിച്ച് എഴുതാൻ സാധിക്കും. ആർ ഓഫ് ടി ഇത് അറിഞ്ഞിരിക്കണം. ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ കോസ് ഒമേഗ ടി ഐ പ്ലസ് ക്യാപിറ്റൽ ആർ സൈൻ ഒമേഗ ടി ജെ. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ വെലോസിറ്റി വെക്ടർ കണ്ടുപിടിക്കുകയാണ്. വി ഓഫ് ടി എന്ത് വരും? ഡി ആർ ബൈ ഡി ടി, ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് ആർ കോസ് ഒമേഗ ടി ഐ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ആർ സൈൻ ഒമേഗ ടി ജെ. അത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും മൈനസ് ആർ ഒമേഗ സൈൻ ഒമേഗ ടി ഐ പ്ലസ് ആർ ഒമേഗ കോസ് ഒമേഗ ടി ജെ. ഇനി ഞാൻ ഇവിടെ സ്പീഡ് കണ്ടുപിടിക്കുകയാണ്, അഥവാ ലെങ്ത് ഓഫ് ദിസ് അല്ലെങ്കിൽ നോം ഓഫ് ദിസ് വെലോസിറ്റി വെക്ടർ വി ഓഫ് ടി കണ്ടുപിടിക്കുകയാണ്. സോ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എനിക്കിവിടെ കിട്ടുന്ന ആർ ഒമേഗ എന്നാണ്. ഇത് മാത്തമാറ്റിക്കൽ സ്റ്റെപ്സേ ഉള്ളൂ, നോക്കിയാൽ മതി, ക്ലിയർ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. സോ ആർ ഒമേഗ എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. കാരണം എന്താ, റേഡിയസ് ഓഫ് ദ സർക്കിൾ ആർ ഇസ് എ കോൺസ്റ്റന്റ്. ഒമേഗ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വെക്ടർ ആണ്. സോ അതുകൊണ്ട് തന്നെ ആർ ഒമേഗ, സോ ഇതിന്റെ ലെങ്ത്, വെലോസിറ്റി വെക്ടറിന്റെ ലെങ്ത് എടുക്കുമ്പോൾ അഥവാ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ അത് കോൺസ്റ്റന്റ് ആണ്. ഇനി ആംഗുലർ സ്പീഡ് ആണ് നെക്സ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്. സോ ഇത് അറിഞ്ഞിരിക്കണം. ആംഗുലർ സ്പീഡ് എന്ന് പറയുന്നതാണ്, ഈ ഒമേഗ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ് നമ്മൾ ആംഗുലർ സ്പീഡ് എന്ന് വിളിക്കുക. സോ ഒമേഗ ഇതിൽ നിന്ന് നമുക്കിപ്പോൾ നോം ഓഫ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് വി ഓഫ് ടി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന് കിട്ടി. ഇവിടുന്ന് ഒമേഗ എനിക്ക് എങ്ങനെ എഴുതാം? ഒമേഗ ഈസ് ഈക്വൽ ടു നോം ഓഫ് വി ഓഫ് ടി ബൈ ആർ എന്ന് എഴുതാം. സോ അവിടുന്നാണ് എഴുതിയിരിക്കുന്നത്. ആംഗിൾ ഓഫ് സ്പീഡ് ഒമേഗ ഈസ് നോം ഓഫ് വി ഓഫ് ടി ബൈ ആർ. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ വേർഡ്സിൽ എഴുതിയാൽ എന്ത് എഴുതാം? നോം ഓഫ് വി ഓഫ് ടി എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. സ്പീഡ് ബൈ ആർ ഇസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ, ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഓഫ് ദി പാർട്ടിക്കിൾ ഫ്രം ദ സെന്റർ. സോ ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ ആണ്. ഓക്കെ, കാരണം എന്താ, പാർട്ടിക്കിൾ സർക്കുലർ പാത്തിലല്ലേ മൂവ് ചെയ്യുന്നത്. സർക്കുലർ പാത്ത് എന്ന് പറയുമ്പോൾ ആ ഒറിജിൻ അഥവാ സെന്റർ ഓഫ് ദ സർക്കിളിൽ നിന്ന് ആ പാർട്ടിക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്. സോ ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ. ഇനി നെക്സ്റ്റ് കറസ്പോണ്ടിങ് ആക്സിലറേഷൻ. നമ്മൾ വെലോസിറ്റി വെക്ടർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ എന്ത് ചെയ്താൽ മതി? ഈ വെലോസിറ്റി വെക്ടറിന്റെ ഡെറിവേറ്റീവ് ഡി വി ബൈ ഡി ടി. സോ ഡി വി ബൈ ഡി ടി ഞാൻ കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് കിട്ടുക മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഒരു ക്വാണ്ടിറ്റി ഞാനിവിടെ കോമൺ എടുക്കുന്നു. ഓക്കെ, കോമൺ ആർ കോസ് ഒമേഗ ടി പ്ലസ് ഐ പ്ലസ് ആർ സൈൻ ഒമേഗ ടി ജി കോമൺ എടുത്താൽ അത് ആർ ഓഫ് ടി എന്ന് പറയുന്ന വെക്ടറാണ്, തന്നിരിക്കുന്ന വെക്ടറാണ്. ആ പാർട്ടിക്കിളിന്റെ മൂവ്മെന്റ് വെക്ടർ ആണ്. സോ മൈനസ് ഒമേഗ സ്ക്വയർ ആർ ഓഫ് ടി എന്ന് എഴുതാം. ഇനി ലെങ്ത് ഓഫ് ദി ആക്സിലറേഷൻ ഞാൻ കണ്ടുപിടിക്കുകയാണ്. എന്ത് വരും? നോം ഓഫ് മൈനസ് ഒമേഗ സ്ക്വയർ ആർ ഓഫ് ടി, ദാറ്റ് ഈസ് മൈനസ് ഒമേഗ സ്ക്വയറിന് ആർ ഓഫ് ടി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഒമേഗ സ്ക്വയർ വെച്ച് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ലെങ്ത് ഓഫ് ദിസ് വെക്ടർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? റൂട്ട് ഓഫ് ഐയുടെ കമ്പൗണ്ട് സ്ക്വയർ പ്ലസ് ജെയുടെ കമ്പൗണ്ട് സ്ക്വയർ. സോ എന്ത് കിട്ടും? ഇവിടെ റൂട്ട് ഓഫ് ഒമേഗ റേസ് ടു 4 ആർ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും? ഒമേഗ റേസ് ടു 4ന്റെ റൂട്ട് എടുത്താലും ഒമേഗ സ്ക്വയർ ആണ് കിട്ടുക. ആർ സ്ക്വയറിന്റെ റൂട്ട് ആറും കിട്ടും. സോ ലെങ്ത് ഓഫ് അതേ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ആക്സിലറേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് കിട്ടും. കാരണം ഒമേഗയും കോൺസ്റ്റന്റ് ആണ്, ആറും കോൺസ്റ്റന്റ് ആണ്. സിൻസ് ആർ ആൻഡ് ഒമേഗ ആർ കോൺസ്റ്റന്റ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ആർ ഈസ് കോൺസ്റ്റന്റ്. ഈ ആക്സിലറേഷനെയാണ് എ ഓഫ് ടി എന്ന് പറയുന്ന ആക്സിലറേഷൻ എന്ത് വരും? മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ ഓഫ് ടി. ഈ ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്. ഈ ആക്സിലറേഷനെയാണ് നമ്മൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് വിളിക്കുക. ദിസ് ആക്സിലറേഷൻ ഇസ് കോൾഡ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ഇനി ഇവിടെ ഇങ്ങനെ പാർട്ടിക്കിൾ സർക്കുലർ മോഷനിലാവുമ്പോൾ ഉള്ള ഫോഴ്സിനെയാണ് നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് വിളിക്കുക. ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് എം എ. നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ ടു എം എ എന്നാണ് ഫോർമുല. സോ മാസ് ഇൻറ്റു കറസ്പോണ്ടിങ് ആക്സിലറേഷൻ ചെയ്യുമ്പോൾ ഈ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന ഫോഴ്സിനെയാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്ന ആക്സിലറേഷൻ ഏതാണ്? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആണ്. സോ കറസ്പോണ്ടിങ് ഫോഴ്സിനെയാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് വിളിക്കുക. വേറെ എം എന്ന് പറയുന്നത് എന്താണ്? മാസ് ഓഫ് ദി പാർട്ടിക്കിൾ ആണ്. ഇനി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്താണെന്നാണ് പറയുന്നത്. ഈ ഫോഴ്സിന്റെ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എം എ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് എം എ. അതിനെയാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് വിളിക്കുക. ദ ഓപ്പോസിറ്റ് വെക്ടർ മൈനസ് എം എ is called the centrifugal force. The two forces are in equilibrium at each instant of the motion. അപ്പോൾ ആ പാർട്ടിക്കിളിന്റെ മോഷൻ നമ്മൾ ഏതൊരു ഇൻസ്റ്റന്റ്, ഏതൊരു ടൈം ടിയിൽ എടുത്താലും ഈ രണ്ട് ഫോഴ്സസ് ഇക്വിലിബ്രിയത്തിലായിരിക്കും. കാരണം എന്താ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ രണ്ട് ഫോഴ്സസും. സോ അതുകൊണ്ടാണ് ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയുന്നത്. ഓക്കെ,